ഗൈസ്, ഇറ്റ്സ് ക്രേസി വർക്ക്. നമുക്കിന്ന് സ്റ്റാൻഡേർഡ് 10 സോഷ്യൽ സയൻസ് 2 ചാപ്റ്റർ 2 പാർട്ട് 1 സെക്ഷൻ വീഡിയോ ആണിത്. കാലാവസ്ഥാ മേഖലകളും കാലാവസ്ഥാ മാറ്റവും, ഇതാണ് ചാപ്റ്ററിൻ്റെ പേര്. ഇതിന് മുമ്പ് നമ്മളൊരു ചാപ്റ്റർ പഠിച്ചായിരുന്നു. അതിൽ നമ്മൾ ദിനാന്തരീക്ഷ സ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിച്ചത്. അതായത് കാലാവസ്ഥാ ഘടകങ്ങളെ പറ്റിയാണ് കൂടുതൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചിട്ടുള്ളത്. താപനില എന്താണ്, അതിൽ മെയിനായിട്ടുള്ള ഒരു 5 ഘടകങ്ങളുടെ കാര്യം, കാലാവസ്ഥാ ഘടകങ്ങളുടെ കാര്യം പറയുന്നുണ്ട്. അതിൽ ആദ്യത്തേത് താപനിലയായിരുന്നു. ഓക്കെ, അത് എങ്ങനെയാണ് താപനില വ്യത്യാസം അനുസരിച്ച് എങ്ങനെ ചേഞ്ച് വരുന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. പിന്നെ അടുത്തത് അന്തരീക്ഷ മർദ്ദം. പിന്നെ മൂന്നാമത്തത് നമ്മുടെ കാറ്റുകൾ, പലതരത്തിലുള്ള കാറ്റുകൾ, അതായത് ചക്രവാതങ്ങൾ, പ്രതിചക്രവാതങ്ങൾ, അതുപോലെ തന്നെ മൺസൂൺ കാറ്റുകൾ, അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ചാപ്റ്റർ പഠിച്ചതാണ്. പിന്നെ നാലാമത്തെ ഘടകം ആർദ്രതയാണ്, ആർദ്രത. അടുത്ത 5ാമത്തെ ഘടകം എന്ന് പറയുന്നത് വർഷണം അഥവാ മഴയാണ്. വർഷണം, പലതരത്തിലുള്ള മേഘങ്ങളെ പറ്റിയൊക്കെയാണ് നമ്മളതിൽ പഠിച്ചത്. ഇനി ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ കാലാവസ്ഥാ മേഖലകളെയും ആ കാലാവസ്ഥാ മാറ്റവും അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഫസ്റ്റ് പാർട്ട്, അതായത് ഈ ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ കാലാവസ്ഥാ മേഖലകളെ പറ്റി പ്രതിപാദിക്കും. പിന്നെ അടുത്ത സെക്ഷനിൽ അവർ ഈ കാലാവസ്ഥാ മാറ്റത്തെ പറ്റിയും അതുമായി ബന്ധപ്പെട്ട കുറേ സംഘടനകളെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ രണ്ടാമത്തെ പാർട്ട് കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പാർട്ട് ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല, കുറേ കൂടെ ഇമ്പോർട്ടൻ്റ് ഫസ്റ്റ് പാർട്ടിനേക്കാൾ സെക്കൻഡ് പാർട്ടാണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. കാലാവസ്ഥാ മേഖലകളും കാലാവസ്ഥാ മാറ്റവും. ഉന്നത വിദ്യാഭ്യാസത്തിനാണ് ഞാൻ കാനഡയിൽ എത്തിയത്. താമസിക്കുന്നത് ന്യൂ ബ്രൺസ്വിക്ക് പ്രവിശ്യയിൽ. ഇവിടെ തണുപ്പ് കാലം ആരംഭിച്ചിരിക്കുന്നു. ശൈത്യകാലത്തിൻ്റെ വരവറിയിച്ചുകൊണ്ട് മേപ്പിൾ മരങ്ങൾ ഇല പൊഴിയിച്ചു തുടങ്ങി. എന്നാൽ പൈൻ മരങ്ങൾ പച്ചച്ച് തന്നെ നിൽക്കുന്നു. സെപ്റ്റംബർ മധ്യത്തോടെയാണ് ഇവിടെ ശൈത്യകാലം ആരംഭിക്കുന്നത്. അപ്പോൾ കാനഡയുടെ കാര്യമാണ് പറയുന്നത്. സെപ്റ്റംബർ മധ്യത്തോടെ ഇവിടെ എന്താ ആരംഭിക്കുന്നതെന്ന്, ശൈത്യകാലം ആരംഭിക്കുന്നു എന്ന് പറയുന്നു. ജനുവരി അവസാനത്തോടെ അത് മൂർധന്യത്തിലെത്തും. പതിയെ തണുപ്പ് കുറഞ്ഞ് ഏപ്രിലൂടെ അവസാനിക്കുകയും ചെയ്യും. ഈ കാലയളവിൽ ശരാശരി താപനില -20°C ആയിരിക്കും. അപ്പോൾ താപനില നോക്കണം നമ്മൾ. വെള്ളം ഐസാകുന്ന താപനില 0°C ആണ്. അതിനേക്കാൾ താഴെ എന്ന് വെച്ചാൽ കൊടും ശൈത്യമാണ് ഈ പറയുന്ന -20° എന്നൊക്കെ പറയുന്നത് ആയിരിക്കും. അപ്പോൾ ഇത് -35°C വരെയൊക്കെ താഴാറുണ്ട്. ശൈത്യകാലത്ത് ഏറെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നത് ശീതക്കാറ്റുകളാണ്. നമ്മൾ ശീതക്കാറ്റുകളുടെ കാര്യം ഡീറ്റെയിൽ ആയിട്ടത് ഈ ശീതക്കാറ്റുകൾ എവിടെയൊക്കെ വീശുന്നു അങ്ങനെ ഒരു രീതിക്ക് പറഞ്ഞില്ലെന്ന് തോന്നുന്നു. ജസ്റ്റ് കാറ്റ് ഏതൊക്കെ ടൈപ്പ് കാറ്റുണ്ടെന്ന് മാത്രം ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞങ്ങ് പോയതേ ഉള്ളൂ. ഓക്കെ, ഈ കഴിഞ്ഞ ഏപ്രിലെ കാര്യമാണ് പറഞ്ഞത്. ഈ കാലയളവിൽ ശക്തമായ മഞ്ഞുവീഴ്ചയും ഉണ്ടാകും. അതായത് ഇവിടുത്തെ ശൈത്യകാലത്തെ പറ്റിയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 40 മുതൽ 50 സെൻറ്റിമീറ്റർ വരെ കനത്തിൽ മഞ്ഞ് അടിഞ്ഞുകൂടും. ശൈത്യകാലാവസ്ഥയെ അതിജീവിക്കുന്നതിന് ഒന്നിലധികം വസ്ത്രങ്ങൾ ധരിക്കണം. ജാക്കറ്റ്, കയ്യുറ, പാദരക്ഷകൾ എന്നിവയില്ലെങ്കിൽ കുഴങ്ങിയത് തന്നെ. വീടുകളിലും കെട്ടിടങ്ങളിലുമെല്ലാം ഹീറ്ററുകൾ സജ്ജീകരിച്ചിട്ടുണ്ടാവും. മെയ് മാസം ആരംഭിക്കുന്നതോടെ താപനില ഉയരാൻ തുടങ്ങും. അപ്പോൾ മെയ് തൊട്ട് താപനില എന്ത് ചെയ്യും, ഉയരും. എന്ന് വെച്ചാൽ ശൈത്യകാലം അവസാനിച്ചിട്ട് ചൂടുള്ള കാലത്തേക്ക് കടക്കുമെന്ന്. ആഗസ്റ്റ് മാസത്തോടെ ഇത് 30°C വരെ എത്തും. വേനലിൽ പകൽ ചൂടുള്ളതും ആർദ്രവുമായിരിക്കും. അപ്പോൾ ഇവരുടെ വേനൽക്കാലമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മെയ് തൊട്ട് മെയ്യിൽ തണുപ്പ് കുറഞ്ഞ് താപനില കൂടി വരാൻ തുടങ്ങും. ആഗസ്റ്റോടെ എന്താവും, നല്ല ചൂടാവും, വേനലാവും. ഇടയ്ക്ക് മഴയും ലഭിക്കാറുണ്ട്. വേനൽക്കാലത്ത് നേർത്ത വസ്ത്രങ്ങൾ ധരിച്ചാൽ മതിയാകും. അപ്പോൾ വേനൽക്കാലത്ത് നമുക്ക് കട്ടി കുറഞ്ഞ് നേർത്ത വസ്ത്രങ്ങൾ ധരിക്കാം. പക്ഷേ ശൈത്യകാലത്ത് നമുക്ക് എന്തൊക്കെയായി, ജാക്കറ്റും കയ്യുറയും പാദരക്ഷകളും ഒന്നും ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പുറത്തിറങ്ങാൻ പറ്റത്തില്ല. അത്രയ്ക്ക് നല്ല തണുപ്പാണെന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി അത് നിഖിൽ ഷിബു എന്ന് പറയുന്ന ഒരു ആളിൻ്റെ ഒരു കുറിപ്പാണ് ഈ കൊടുത്തിരിക്കുന്നത്. പുള്ളിയുടെ അനുഭവത്തെ വെച്ച് അവിടുത്തെ കാലാവസ്ഥ നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാം. ഇനി നമ്മുടെ കാലാവസ്ഥയ്ക്ക് സമാനമാണോ നിഖിൽ താമസിക്കുന്ന നാട്ടിലെ കാലാവസ്ഥ? ആണോ? നമുക്കിവിടെ കേരളത്തിൽ ഇത്രയ്ക്ക് തണുപ്പൊക്കെ ഉണ്ടോ? ഇല്ല, നമുക്കൊരു 0° വന്നിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഒരു 2 10 ഡിഗ്രി 12 ആ ഒരു ലെവലിലുണ്ട്. ഹില്ലി ഏരിയസിലല്ല, അല്ലാതെയുള്ള സാധാരണ സ്ഥലങ്ങളിലുള്ള കാര്യമാണ് പറഞ്ഞത്. ഒരു 24, 25 അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലൊക്കെ വരുന്നുള്ളൂ കാലാവസ്ഥ. ഭയങ്കര ഒരു മഞ്ഞുവീഴ്ചയൊന്നും നമുക്ക് ഇതുവരെ വന്നിട്ടില്ല. ഭാവി വരാം, പറയാൻ പറ്റില്ല. കാര്യം കാലാവസ്ഥ അത്ര രീതിയിൽ നമ്മൾ ചേഞ്ച് ആവുന്നു, കാലാവസ്ഥ ചേഞ്ച് ആവുന്നു, അങ്ങനെ ആകെ കൊണ്ട് ചേഞ്ചായി കിടക്കുന്നുണ്ട്.
ഓക്കെ, അപ്പോൾ നമ്മുടെ കാലാവസ്ഥയ്ക്ക് സമാനമല്ല ഈ പറഞ്ഞ നിഖിലിൻ്റെ കാലാവസ്ഥ. ചുവടെ നൽകിയ കാലാവസ്ഥാ ഘടകങ്ങളെ അടിസ്ഥാനമാക്കി കുറിപ്പ് വിശകലനം ചെയ്യാം. അതായത് താപനില, വർഷണം, കാറ്റ്, ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. അപ്പോൾ ഈ കാലാവസ്ഥാ ഘടകങ്ങളെ അടിസ്ഥാനമാക്കി ആണ് ഒരു പ്രദേശത്തെ കാലാവസ്ഥ മാറുന്നത്. ഓക്കെ, ആ പ്രദേശത്തെ സൂര്യൻ, ആ പ്രദേശം അല്ലെങ്കിൽ അതിൻ്റെ അക്ഷാംശ രേഖാംശ സ്ഥാനം എവിടെയാണ്, ആ പ്രദേശത്ത് എന്തുമാത്രം സൂര്യകിരണങ്ങൾ വീഴുന്നുണ്ട്, അങ്ങനെയൊക്കെ അതിൻ്റെ ഫുള്ള് നോക്കിയിട്ടേ നമുക്ക് എന്ത് പറയാൻ പറ്റത്തുള്ളൂ, ആ പ്രദേശത്തിൻ്റെ കാലാവസ്ഥയെ പറ്റി എന്തെങ്കിലും പറയാൻ പറ്റും. ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യമാണ് നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ പഠിച്ചത്. നിഖിൽ താമസിക്കുന്ന ന്യൂ ബ്രൺസ്വിക്ക് പ്രവിശ്യയിൽ കഠിനമായ ശൈത്യവും മഞ്ഞുവീഴ്ചയും അനുഭവപ്പെടുന്നു എന്ന് കണ്ടില്ലേ? ഓക്കെ, ലോകത്ത് എല്ലായിടത്തും കാലാവസ്ഥ ഒരുപോലെയാണോ? അല്ല. ചിലയിടങ്ങളിൽ കടുത്ത തണുപ്പും മഞ്ഞുവീഴ്ചയും അനുഭവപ്പെടുമ്പോൾ ചില പ്രദേശങ്ങളിൽ അതിയായ ചൂടും വരണ്ട അന്തരീക്ഷവും അനുഭവപ്പെടുന്നു. അതായത് എല്ലായിടത്തും എല്ലായിടത്തും പലതരത്തിലുള്ള കാലാവസ്ഥയാണ്. ഇപ്പം ഇവിടെ മഴ പെയ്യുവാണെങ്കിൽ ഇവിടെ ഈ ഒരു പ്രത്യേക സമയത്ത് കേരളത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മഴയാണെങ്കിൽ അപ്പുറത്തെ സൈഡിൽ മീൻസ് തെക്ക് ഭാഗത്ത് മഴ പെയ്യുന്നെന്നും പറഞ്ഞ് അവിടെ വടക്ക് ഭാഗത്ത് മഴ വേണമെന്ന് ഒരു നിർബന്ധമില്ല. ചിലപ്പോൾ അവിടെ ചൂടായിരിക്കും, അവിടെ മഴ പെയ്യുമ്പോൾ ഇവിടെ മഴ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അങ്ങനെ കേരളത്തിൻ്റെ കേസിൽ അങ്ങനെയാണ്. അപ്പോൾ ഇന്ത്യയുടെ കേസിലാകുമ്പോഴോ അതിൽ നിന്ന് വേരിയേഷൻ വരും. നമുക്ക് മൺസൂൺ ആകുമ്പോഴല്ല ഉത്തരേന്ത്യയിൽ മൺസൂൺ, അല്ലെങ്കിൽ അവരുടെ കാലാവസ്ഥ നമ്മുടെ കാലാവസ്ഥയും അവരുടെ കാലാവസ്ഥയും തമ്മിൽ തന്നെ അത്രയും വലിയ അന്തരം ഉള്ളപ്പോൾ ഒരു രാജ്യങ്ങൾ തമ്മിലുള്ള കാലാവസ്ഥ തമ്മിൽ അതിനേക്കാൾ എന്ത് കാണും, അന്തരം ഉണ്ടായിരിക്കും. അതാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ അനുഭവപ്പെടുന്നു, മീൻസ് ഈ ഒരു ചേഞ്ച് നമുക്ക് അനുഭവപ്പെടുന്നുണ്ടെന്ന്. മിതോഷ്ണവും ആർദ്രതയും അനുഭവപ്പെടുന്ന മേഖലകളുമുണ്ട്. അപ്പം വേറെ ഒരു കാലാവസ്ഥയാണ് ഈ മിതോഷ്ണം, അതുപോലെ ആർദ്രത എന്നൊക്കെ പറയുന്നത്. ഇത്തരത്തിൽ കാലാവസ്ഥാ വൈവിധ്യവും നിറഞ്ഞതാണ് നമ്മുടെ ഭൂമി. അതായത് വൈവിധ്യങ്ങളും കൊണ്ട് നിറഞ്ഞതാണ്. കാലാവസ്ഥയുടെ കാര്യത്തിലും അതുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. കാലാവസ്ഥാ ഘടകങ്ങൾ എന്തെല്ലാമെന്ന് മുൻ അധ്യായത്തിൽ നമ്മൾ പഠിച്ചില്ലേ? അതാണ് ഞാൻ ആദ്യം നമ്പറിട്ട് പറഞ്ഞ 5 ഘടകങ്ങൾ. ഒന്ന് താപനില, അന്തരീക്ഷമർദ്ദം, കാറ്റുകൾ, ആർദ്രത, വർഷണം. ഓക്കെ, താപം, വർഷണം തുടങ്ങിയ കാലാവസ്ഥാ ഘടകങ്ങളിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളെ അടിസ്ഥാനപ്പെടുത്തി ലോകത്തെ വിവിധ കാലാവസ്ഥാ മേഖലകളായി തിരിക്കാം. അപ്പോൾ താപം, വർഷണം എന്ന് പറഞ്ഞാൽ മഴ, ആ ഒരു മീനിങ് ഓർത്താൽ മതി. താപം, വർഷണം തുടങ്ങിയ കാലാവസ്ഥാ ഘടകങ്ങളെ അതിൻ്റെ ഒരു ഏറ്റക്കുറച്ചിലിനെ അടിസ്ഥാനമാക്കി നമ്മൾ ലോകത്തെ എന്ത് ചെയ്യുന്നു, കാലാവസ്ഥാ മേഖലകളായി തിരിച്ചിരിക്കുന്നു. എന്താണ് കാലാവസ്ഥാ മേഖലകൾ? എന്താണ്? സമാന കാലാവസ്ഥാ സവിശേഷതകൾ അനുഭവപ്പെടുന്ന വിശാല ഭൂപ്രദേശത്തെ ഒരു കാലാവസ്ഥാ മേഖലയായി അഥവാ ക്ലൈമറ്റിക് റീജിയനായി നമുക്ക് എന്ത് ചെയ്യാം, കണക്കാക്കാം. അതായത് ആ ഒരു പ്രത്യേക റീജിയനിലെ അല്ലെങ്കിൽ ആ ഒരു ഭൂപ്രദേശത്തെ കാലാവസ്ഥ ഏകദേശം ഒരുപോലെ ആയിരിക്കും. അതായത് ഒരു സ്ഥലത്തിൽ മഴ പെയ്യുന്നുണ്ടെങ്കിൽ ആ ഏരിയയിൽ മുക്കാൽ ഭാഗത്ത് എന്തായിരിക്കും, മഴയായിരിക്കും. വെയിലെന്ന് പറഞ്ഞാൽ എല്ലായിടത്തും വെയിൽ തന്നെ. ഞാൻ നേരത്തെ പറഞ്ഞ നമുക്ക് ഇവിടെ ഞാൻ ഈ മഴയുടെ കാര്യം പറഞ്ഞല്ലോ. തെക്ക് ഭാഗത്ത് മഴ പെയ്യുമ്പോൾ വടക്ക് ഭാഗത്ത് മഴ പെയ്യണമെന്ന് നിർബന്ധമില്ല. അത് നമ്മുടെ ഈ സീസൺസിൻ്റെ കാര്യത്തിൽ അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാര്യം സീസൺ കറക്റ്റായിട്ടാണ് ഫോളോ ചെയ്യുന്നത്. വർഷകാലം എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഫുള്ള് വർഷകാലമായിരിക്കും. വേനലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ചൂട് തന്നെയായിരിക്കും. ഇടയ്ക്ക് മുറയ്ക്കും അവിടെ ഇവിടെയൊക്കെ മഴ പെയ്യും. അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, പക്ഷേ ഈ സീസൺ അങ്ങനെ തന്നെയായിരിക്കും ഫോളോ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാലാവസ്ഥാ സവിശേഷതകൾ, സമാന കാലാവസ്ഥാ സവിശേഷതകൾ അനുഭവപ്പെടുന്ന വിശാലമായ ഭൂപ്രദേശത്തെ നമുക്ക് എന്തായിട്ട് കണക്കാക്കാം, കാലാവസ്ഥാ മേഖലയായിട്ട് കണക്കാക്കാം. ലോകത്തിലെ ചില പ്രധാന കാലാവസ്ഥാ മേഖലകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. അവ ഏതെല്ലാമെന്ന് നോക്കൂ. ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ്? ഒന്നാമത്തത് ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖല, 2 മൺസൂൺ കാലാവസ്ഥാ മേഖല, 3 സാവന്ന കാലാവസ്ഥാ മേഖല, 4 ഉഷ്ണമരുഭൂമികൾ, അടുത്തത് മിതോഷ്ണ പുൽമേടുകൾ, പിന്നെ മെഡിറ്ററേനിയൻ കാലാവസ്ഥ, പിന്നെ ടൈഗേ മേഖല, ടൻഡ്ര മേഖല. ടൻഡ്ര എന്ന് പറയുന്നത് നേരത്തെ തുന്ദ്ര അങ്ങനെ എന്തോ ആയിരുന്നു, ഇപ്പം ടൻഡ്ര മേഖല എന്നാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ ആകെ 8 കാലാവസ്ഥാ മേഖലകളാണ് നമുക്ക് ആദ്യത്തെ പാർട്ടി പഠിക്കാനുള്ളത്. അതിൽ ഏകദേശം ഒരു മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖല വരെ ഈ വീഡിയോ കവർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് നമുക്ക് അടുത്ത സെക്ഷനിൽ നോക്കാം. അപ്പം ലോങ് ആയി പോലെങ്കിൽ ഓക്കെ. മധ്യരേഖ കാലാവസ്ഥാ മേഖല, മൺസൂൺ കാലാവസ്ഥാ മേഖല, സാവന്ന കാലാവസ്ഥാ മേഖല, ഉഷ്ണമരുഭൂമികൾ, മിതോഷ്ണ പുൽമേടുകൾ, മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖല, ടൈഗേ മേഖല, അതുപോലെ ടാൻഡ്ര മേഖല. ഇനി ഓരോ മേഖലയിലും തനതായ കാലാവസ്ഥയും അതിനനുസൃതമായി രൂപപ്പെട്ടിട്ടുള്ള സസ്യജന്തുജാലങ്ങളുമാണ് ഉള്ളത്. അതായത് ഈ കാലാവസ്ഥ അനുസരിച്ചായിരിക്കും അവിടെയുള്ള
സസ്യങ്ങളും ജന്തുക്കളുടെയൊക്കെ ജീവിതം. ഓക്കെ, ആ കാലാവസ്ഥ അനുസരിച്ച് ജീവിക്കാൻ പറ്റുന്ന മൃഗങ്ങൾക്കേ അവിടെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അങ്ങനെ. അപ്പോൾ ഭൂമിശാസ്ത്ര സവിശേഷതകൾക്കനുസരിച്ചാണ് അതത് മേഖലയിലെ ജനജീവിതവും രൂപപ്പെടുന്നത്. ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളും അതിലൊരു ഘടകമായിട്ട് നമുക്ക് പറയാം. പ്രധാന കാലാവസ്ഥാ മേഖലകളുടെ സവിശേഷതകളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. എന്താണ് ആദ്യത്തത്? ഭൂമധ്യരേഖാ കാലാവസ്ഥ മേഖല. ഭൂമധ്യരേഖാ കാലാവസ്ഥ മേഖല, ഇതിൻ്റെ ഇംഗ്ലീഷ് പേര് ഇക്വറ്റോറിയൽ എന്തുവായിരുന്നു ഇല്ലേ? അതുകൂടെ ഒന്ന് നോക്കിയിട്ട് വരാം. ഇംഗ്ലീഷും മലയാളത്തിലും വരുമല്ലോ, അതുകൊണ്ട് ഡെസേർട്ട് സാവന്ന ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ എന്നാണ് പേര് ഇംഗ്ലീഷിൽ. ഓക്കെ, ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ. അപ്പോൾ എന്താ പറയുന്നത്? ചിത്രം 2.1 ശ്രദ്ധിക്കൂ. ഓക്കെ, ഇനി ഭൂമധ്യ രേഖാ കാലാവസ്ഥാ മേഖലയിൽ വസിക്കുന്ന പിഗ്മി ഗോത്ര വിഭാഗത്തിൽപ്പെടുന്ന ആളുകളുടെ ജീവിത രീതി സൂചിപ്പിക്കുന്നതാണ് ഈ ചിത്രം 1. പിഗ്മി എന്ന് പറയുന്ന ഒരു ഗോത്ര വിഭാഗത്തിലെ ആളുകളുടെ ജീവിതത്തെ സൂചിപ്പിക്കുന്നതാണ് ഈ പറയുന്ന പിക്ചർ. ഇവിടെ നമ്മളിത് വേറെ ഏതോ ഒരു ചാപ്റ്ററിൽ, മീൻസ് പഴയ ടെസ്റ്റിലാണോ എന്തോ ഈ സംഭവം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് റിവിഷൻ കണക്കായി എന്ന് പറയാൻ വേണമെങ്കിൽ. നമ്മൾ ഓൾറെഡി SCERTയുടെ പഴയ ഓൾഡ് സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് പഠിച്ചായിരുന്നല്ലോ. അപ്പോൾ അതിനകത്ത് എവിടെയോ കേട്ട ഒരു പേര് പോലെ ചോദിക്കുന്നു ഈ പിഗ്മി എന്ന് പറയുന്നത്. ഓക്കെ, നോക്കാം നമുക്ക്. ഭൂമധ്യരേഖയ്ക്ക് വടക്കും തെക്കുമായി 10 ഡിഗ്രി വരെയുള്ള അക്ഷാംശത്തിൽ വ്യാപിച്ചിരിക്കുന്ന കാലാവസ്ഥാ മേഖലയാണിത്. ഇതറിയാലോ അല്ലേ? അതായത് നമ്മളിപ്പോൾ ഭൂമി വരച്ചു കഴിഞ്ഞാൽ ഭൂമിയുടെ സെൻട്രിൽ കൂടെ കടന്നു പോകുന്ന ഏറ്റവും നീളം കൂടിയ അക്ഷാംശ രേഖ ഏതായിരുന്നടെ? അതാണ് ഭൂമധ്യരേഖ എന്ന് പറയുന്നത്, അഥവാ ഇക്വേറ്റർ. ആ ഭൂമധ്യരേഖയുടെ മുകളിലോട്ടും താഴോട്ടും തെക്ക് ഭാഗത്തേക്കും വടക്ക് ഭാഗത്തേക്കും 10 ഡിഗ്രി വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ റീജിയനാണ് ഈ പറയുന്ന എന്ത്? ഒരു 10 ഡിഗ്രി നോർത്തും ഇത് 10 ഡിഗ്രി സൗത്തുമായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ മേഖലയിൽ, ആ അക്ഷാംശങ്ങൾക്കിടയിൽ വ്യാപിച്ചിരിക്കുന്ന കാലാവസ്ഥാ മേഖലയാണ് ഏത്? നമ്മുടെ ഈ പറയുന്ന ഭൂമധ്യരേഖ കാലാവസ്ഥ മേഖല എന്ന് പറയുന്നത്. ഓക്കെ, ഭൂമധ്യരേഖ കാലാവസ്ഥ മേഖല. ഭൂപടം നിരീക്ഷിച്ച് ഈ മേഖലയിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ കണ്ടെത്തൂ. അതായത് ഏതൊക്കെ പ്രദേശങ്ങളാണ് ഇതിൽ വരുന്നതെന്നാണ് കണ്ടുപിടിക്കാനുള്ളത്. നമുക്കൊരു കണ്ടുപിടിക്കാം. നമ്മുടെ ഈ പിക്ചർ ഈ വരച്ചിരിക്കുന്നത് ഇക്വേറ്റർ ആണ്. ഈ ഇക്വേറ്ററിന് 10 ഡിഗ്രി, അതായത് നമ്മുടെ 23 എന്ന് പറയുന്ന ഈ റീജിയൻ ഈ ഒരു ലൈനിൽ കൂടെ ആയിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് താഴെ വരുന്ന ഈ ഒരു റീജിയനിൽ കൂടെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ആ ഒരു നമ്മുടെ ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല കടന്നു പോകുന്നത്. ഇതിൻ്റെ മാപ്പ് ഏതോ ഒരു മാപ്പിൻ്റെ സൈറ്റ് ഉണ്ടായിരുന്നു, അത് പേരിപ്പോൾ ഓർമ്മ വരുന്നില്ല. ഓക്കെ, ആ ഒരു റീജിയൻ ഏകദേശം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. നമുക്ക് അറ്റ്ലസ് എടുക്കുവാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇത് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിനകത്ത് ഓപ്പൺ ആവുമെന്ന് എനിക്ക് അറിയാൻ പറ്റും. പിൻട്രസ്റ്റിനകത്താണ്, ഓണാകത്തില്ല. ഞാൻ അടുത്ത വീഡിയോയിൽ എന്തായാലും റെഡിയാക്കി തരാം. ഓക്കെ, ഇപ്പോൾ അത് തപ്പിയിട്ട് കിട്ടുന്നില്ല. നമുക്ക് ബാക്കി നോക്കാം. അതായത് ഭൂമധ്യരേഖയ്ക്ക് വടക്കും തെക്കുമായി 10 ഡിഗ്രി വരെയുള്ള അക്ഷാംശത്തിൽ വ്യാപിച്ചിരിക്കുന്ന കാലാവസ്ഥാ മേഖലയാണ് ഏത്? നമ്മുടെ ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല. ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വെച്ചേക്കാം, അപ്പം ഓർമ്മ വരും. ചിത്രം നിരീക്ഷിച്ച് ഈ മേഖലയിൽ ഉൾപ്പെടുന്ന പ്രദേശം. ചിത്രം ഉണ്ടോ ഇതിൽ? 3.3 എവിടെയാണെന്തോ, ഇതിപ്പോൾ 2.3 കിടക്കുന്നത്. അതിപ്പോൾ ഏതോ വേറെ എവിടെയോ ഉള്ള പിക്ചറാണെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് നിരീക്ഷിച്ച് ഈ മേഖലയിൽ ഉൾപ്പെട്ട പ്രദേശങ്ങൾ കണ്ടെത്താം. വർഷം മുഴുവൻ ഉയർന്ന താപനിലയും വളരെ ഉയർന്ന തോതിൽ മഴയുമാണ് ഈ പ്രദേശങ്ങളുടെ പ്രത്യേകതയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വർഷം മുഴുവൻ ഉയർന്ന താപനിലയും വളരെ ഉയർന്ന തോതിലുള്ള മഴയുമാണ് ഭൂമധ്യരേഖാ പ്രദേശങ്ങളുടെ. അത് ഒന്നാമത്തെ പോയിന്റ് നമുക്ക് ഓർത്തിരിക്കുക. എന്താണ്? വർഷം മുഴുവൻ ഉയർന്ന താപനിലയും വളരെ ഉയർന്ന തോതിലുള്ള മഴയുമാണ് ഈ മേഖലകളുടെ സവിശേഷത. സൂര്യരശ്മി വർഷം മുഴുവൻ ഏറെക്കുറെ ലംബമായി പതിക്കുന്ന മേഖലയായതുകൊണ്ടാണ് ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖലയിൽ ചൂട് കൂടുതലായിരിക്കുന്നത്. അത് നമുക്കറിയാലോടെ, ഭൂമിക്ക് ചെറിയൊരു ചരിവുണ്ട് എങ്കിൽ പോലും ഭൂമധ്യരേഖയിലാണ് സൂര്യരശ്മികൾ എന്ത് ചെയ്യുന്നത്? ലംബമായി പതിക്കുന്നത്. ചൂട് കൂടുതലുള്ള ഒരു മേഖലയാണ്. അപ്പോൾ അവിടെ ആ ഉയർന്ന താപനില ഫുൾ ടൈം വർഷം മുഴുവൻ ഉയർന്ന താപനിലയാണ്. അതുപോലെ തന്നെ എന്തുവാണ്? നല്ല ഉയർന്ന തോതിലുള്ള മഴയും ലഭിക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് മീൻസ് അത് സൂര്യൻ്റെ രശ്മികൾ ലംബമായി അവിടെ പതിക്കുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അത്തരത്തിൽ അനുഭവപ്പെടുന്നത്. ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിൽ ചൂട് കൂടുതലായിരിക്കും. റീസൺ അതാണ്. ഇത്
ഉയർന്ന വായു സംവഹന മഴയ്ക്കും കാരണമാകുന്നു. അപ്പോൾ ഒരുപാട് ചൂട് പിടിച്ചു കഴിഞ്ഞാൽ ചൂട് കൂടിയ വായു എന്ത് ചെയ്യും, ഇവിടെ ഉയർന്ന മുകളിലേക്ക് പോകും. അങ്ങനെ അത് തണുത്തുറഞ്ഞ് എന്ത് ചെയ്യും, മഴ പെയ്യും. അതാണ് സംവഹന മഴ. അപ്പോൾ ഉയർന്ന രീതിയിൽ വായു സംവഹനത്തിന് വിധേയമാകുന്നു. ആ സംവഹനം മൂലം അതുമൂലം മഴ ഉണ്ടാകുന്നു, സംവഹന മഴയ്ക്ക് കാരണമാകുന്നു. ഈ പ്രദേശങ്ങളിൽ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം മഴ ലഭിക്കുന്നു. സംവഹന മഴയെക്കുറിച്ച് മുൻ അധ്യായത്തിൽ ചർച്ച ചെയ്തത് ഓർക്കുന്നില്ല, അത് നമ്മൾ പറഞ്ഞതാണ്, കഴിഞ്ഞ സെക്ഷനിൽ പറഞ്ഞതാണ്. ഉയർന്ന താപനിലയും ഉയർന്ന തോതിലുള്ള മഴയും ലഭിക്കുന്നതിനാൽ ഭൂമധ്യരേഖ കാലാവസ്ഥ മേഖലയിൽ നിത്യഹരിത വനങ്ങൾ ധാരാളമായി കാണപ്പെടുന്നു. അപ്പോൾ ഇവിടെ കാണപ്പെടുന്ന പ്രധാന ഒരു ഇനം സസ്യ വർഗമാണ് ഇത് നിത്യഹരിത വനങ്ങൾ എന്ന് പറയുന്നത്. ഭൂമധ്യരേഖ കാലാവസ്ഥ മേഖലയുടെ കൂടുതൽ വിവരങ്ങൾ തുടർന്നുള്ള അധ്യായത്തിൽ വീണ്ടും വിശദമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ചർച്ച ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ എന്താ, മൺസൂൺ കാലാവസ്ഥ മേഖല. മൺസൂൺ കാറ്റുകളെ പറ്റിയൊക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. നമ്മുടെ രാജ്യം ഉൾപ്പെടുന്ന ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ മഴ ലഭിക്കുന്നത് മുഖ്യമായും മൺസൂൺ കാലത്താണെന്ന് അറിയാമല്ലോ, നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. അതിൽ രണ്ട് തരത്തിലുള്ള മൺസൂൺ ഉണ്ട്, ഒന്ന് തെക്ക് പടിഞ്ഞാറൻ മൺസൂണും ഒന്ന് വടക്ക് കിഴക്കൻ മൺസൂണും. കേരളത്തിന് മഴ ലഭിക്കുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിലും തമിഴ്നാടിന് മഴ ലഭിക്കുന്നത് വടക്ക് കിഴക്കൻ മൺസൂണിലാണ്. അതിൻ്റെ റീസൺ എല്ലാം നമ്മൾ കഴിഞ്ഞതിന് പറഞ്ഞതാണ്. ഓക്കെ, കാലികമായി ദിശാവ്യതിയാനം സംഭവിക്കുന്ന കാറ്റുകളാണ് എന്ത്, മൺസൂൺ. കാലികം എന്ന് പറഞ്ഞാൽ എന്താണ്, കാലത്തിനനുസരിച്ചാണ്. അതായത് രണ്ടും ഉണ്ടാകുന്നത് രണ്ട് സമയത്താണ്. ജൂൺ ജൂലൈ ആ സമയത്താണ് നമ്മുടെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ വീശുന്നത്. ഒക്ടോബർ കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്, വടക്ക് കിഴക്കൻ മൺസൂൺ ഉണ്ടാകുന്നത്. അപ്പോൾ കാലത്തിനനുസരിച്ച് ദിശാവ്യതിയാനം സംഭവിക്കുന്ന കാറ്റുകളാണ് ഈ പറയുന്ന മൺസൂൺ കാറ്റുകൾ. ഓക്കെ, അതായത് സൂര്യൻ്റെ അയനം മൂലമാണ് ഈ പറയുന്ന സൂര്യൻ്റെ അയനം, അതിനെപ്പറ്റിയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എവിടെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ പഠിച്ചിട്ടുണ്ട്. സൂര്യൻ ഈ ഭൂമധ്യരേഖാ പ്രദേശത്ത് നിന്നും എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന നമ്മുടെ ഉത്തരായന രേഖയിലേക്ക് പാലായനം ചെയ്യുന്നു. അവിടെ നിന്ന് തിരിച്ച് ദക്ഷിണായന രേഖയിലേക്ക് എന്ത് ചെയ്യുന്നു, പാലായനം ചെയ്യുന്നു. തിരിച്ച് വീണ്ടും എന്ത് ചെയ്യുന്നു, ഭൂമധ്യരേഖയിലേക്ക് എത്തുന്നു. അപ്പോൾ ഈ ഒരു അയനം മൂലമാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ കുറച്ച് മേഖലകളെല്ലാം ഒരുപോലെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ഈ പറയുന്ന ചൂട് കൂടിയ സ്ഥലത്തുനിന്ന് കുറഞ്ഞ ചൂട് കൂടുതലുള്ള സ്ഥലത്തുള്ള വായു ചൂട് പിടിച്ച് മുകളിലേക്ക് ഉയരുന്നു. അപ്പോൾ അവിടെ നിന്ന് മീൻസ് തണുത്ത പ്രദേശത്തു നിന്നുള്ള വായു എന്ത് ചെയ്യുന്നു, ചൂടുള്ള ആ മുകളിലേക്ക് പോയ ആ ഗ്യാപ്പിലേക്ക് അടിച്ചു കയറുന്നു. അങ്ങനെ കാറ്റുകൾ രൂപപ്പെടുന്നു. ഇതെന്ത് ചെയ്യുന്നു, പൊസിഷൻ മാറി വീശിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ കുറേ കണ്ടന്റ് ഉണ്ട്. നമ്മൾ ആ ഒരു മൺസൂണിൻ്റെ സെക്ഷനിൽ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതൊന്നുകൂടെ ഒന്ന് കേട്ട് നോക്കിക്കഴിഞ്ഞാൽ ക്ലിയർ ആവും. അപ്പോൾ കാലികമായി ദിശാവ്യതിയാനം സംഭവിക്കുന്ന കാറ്റുകളാണ് മൺസൂൺ എന്ന് പറയുന്നത്. വേനൽക്കാലത്ത് കടലിൽ നിന്നും കരയിലേക്കും ശൈത്യകാലത്ത് തിരിച്ച് കരയിൽ നിന്നും കടലിലേക്കും ഈ കാറ്റുകൾക്ക് ഗതിമാറ്റം സംഭവിക്കുന്നു. വേനൽക്കാലത്ത് കടലിൽ നിന്ന് എന്ത് ചെയ്യും, കരയിലേക്കാണ് ഈ കാറ്റ് എന്ത് ചെയ്യുന്നത്, വീശുന്നത്. ഇനി ശൈത്യകാലത്ത് തിരിച്ച് കരയിൽ നിന്ന് എങ്ങോട്ട് വീശും, കടലിലേക്കും ഈ കാറ്റുകൾക്ക് ഗതിമാറ്റം സംഭവിക്കുന്നു. മൺസൂൺ കാറ്റുകൾക്ക് നിർണായക സ്വാധീനമുള്ളത് കൊണ്ടാണ് ഈ മേഖല മൺസൂൺ കാലാവസ്ഥാ മേഖല എന്നറിയപ്പെടുന്നത്. മൺസൂൺ കാറ്റുകളാണ് അവിടുത്തെ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് ആ മേഖല എന്തെന്നറിയപ്പെടുന്നു, മൺസൂൺ കാലാവസ്ഥാ മേഖല എന്ന് അറിയപ്പെടുന്നു. ഈ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ മാത്രമാണ് മൺസൂൺ കാലാവസ്ഥ അനുഭവപ്പെടുന്നത്. നോക്കിയേ, ലോകത്തിൽ മറ്റ് ചില പ്രദേശങ്ങളിലും സമാന കാലാവസ്ഥ അനുഭവപ്പെടാറുണ്ട്. ഭൂപടം 2.2 അല്ലസ് എന്നിവ ഉപയോഗിച്ച് മൺസൂൺ കാലാവസ്ഥ അനുഭവപ്പെടുന്ന പ്രദേശങ്ങൾ പട്ടികപ്പെടുത്താൻ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ കാര്യം, ഇന്ത്യൻ ഉപഭൂഖണ്ഡം ഈ സെക്ഷനാണ്. ഓക്കെ, മൺസൂൺ കാലാവസ്ഥ മേഖലകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. തെക്കേ അമേരിക്കയുടെ ഈ ഭാഗത്ത്, അതായത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കിഴക്ക് ഭാഗമുണ്ട്. അതുപോലെ തന്നെ ഈ തെക്കേ അമേരിക്ക വടക്കേ അമേരിക്ക റീജിയണിൽ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ ജോയിൻ ചെയ്തെടുക്കുന്ന ഈ ഒരു സെക്ഷൻ വരുന്നുണ്ട്. ആഫ്രിക്കയുടെ കിഴക്ക് ഭാഗത്ത് അല്ലെങ്കിൽ തെക്ക് കിഴക്ക് ഭാഗത്തോട്ട് വരുന്നുണ്ട്. ഇന്ത്യൻ ഉപഭൂഖണ്ഡം അതുപോലെ തന്നെ ഈ ഒരു റീജിയനിലൊക്കെ വരുന്നുണ്ട്. ഓസ്ട്രേലിയയുടെ ഭാഗത്ത് വരുന്നുണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു റീജിയൻ കാണുന്നുണ്ടോ, അതായത് നമ്മുടെ 23.5 ഡിഗ്രി തെക്കിനും 23.5 ഡിഗ്രി വടക്കിനും ഇടയിലാണ് ഈ പൊതുവെ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന മൺസൂൺ കാലാവസ്ഥാ മേഖല കാണപ്പെടുന്നത്. ഇന്ത്യ എന്ന് പറയുന്നത് ഈ പറയുന്ന 23.5 ഡിഗ്രി വടക്ക് ആ ഉത്തരായന രേഖ കടന്നു പോകുന്നുണ്ട് ഇന്ത്യയിൽ കൂടെ. ഇനി ഇവിടെ താഴെ നോക്കിയാൽ 23, അതായത് ഏകദേശം നമുക്കൊരു 0 ഡിഗ്രിക്ക് 30 വേണമെങ്കിൽ എന്ത് ചെയ്യാം പറയാം. ആ ഒരു കാലാവസ്ഥാ മേഖലയിൽ ചില ഭാഗങ്ങളിൽ എല്ലായിടത്തും ഉണ്ടോ, അതാണ്ട് ആഫ്രിക്കയുടെ ഇവിടെയൊന്നും ഇല്ല. അതിൻ്റെ കോസ്റ്റൽ റീജിയൻസിൽ അല്ലെങ്കിൽ കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഭാഗങ്ങളിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കാലാവസ്ഥാ മേഖല അനുഭവപ്പെടുന്നത്. നമുക്ക് ഈ പറയുന്ന ഗ്രാഫ് നോക്കി അല്ലെങ്കിൽ ഈ പറയുന്ന മാപ്പ് നോക്കി മനസ്സിലാക്കാം. ഓക്കെ, അതിൽ ഈ ഷെയ്ഡ് കൊടുത്തിരിക്കുന്നത് മൺസൂൺ കാലാവസ്ഥാ മേഖലകളെയാണ്, അതാണ് അങ്ങനെ പറഞ്ഞത്.
ഓക്കെ. ആർദ്രവും ദീർഘവുമായ വേനൽക്കാലവും വരണ്ടതും ഹ്രസ്വവുമായ ശൈത്യകാലവും മൺസൂൺ കാലാവസ്ഥയുടെ സവിശേഷതയാണ്. അപ്പോൾ ആർദ്രവും ദീർഘവുമായ വേനൽക്കാലം, അപ്പം വേനൽക്കാലം ദൈർഘ്യം കൂടുതലായിരിക്കും വേനൽക്കാലത്തിന്. അതുപോലെ വരണ്ടതും ഹ്രസ്വവുമായ ശൈത്യകാലവുമായിരിക്കും എന്ത് ചെയ്യുന്നത്, മൺസൂൺ കാലാവസ്ഥയുടെ സവിശേഷത. മൺസൂൺ കാലാവസ്ഥാ മേഖലകളിൽ ദൈനിക താപാന്തരം തീരപ്രദേശങ്ങളിൽ വളരെ കുറവും ഉൾപ്രദേശങ്ങളിൽ വളരെ കൂടുതലുമായിരിക്കും. ദൈനിക താപാന്തരം എന്തുവാണെന്ന് ഓർമ്മയുണ്ടോ? കഴിഞ്ഞ സെക്ഷനിൽ പറഞ്ഞതാണ് ദൈനിക താപാന്തരം എന്ന് വെച്ചാൽ ഒരു ദിവസം ഉണ്ടായിട്ടുള്ള മാക്സിമം ടെമ്പറേച്ചറും മിനിമം ടെമ്പറേച്ചറും. ഒരു ദിവസം നമുക്ക് കൂടിയ താപനില കുറഞ്ഞ താപനില എന്നൊക്കെ പറഞ്ഞ് വാർത്ത പറയത്തില്ലേ, അത് തന്നെ. ആ ഒരു താപനിലകൾ തമ്മിലുള്ള വ്യത്യാസത്തിനാണ് ഈ പറയുന്ന ദൈനിക താപാന്തരം എന്ന് പറയുന്നത്. ഈ മൺസൂൺ കാലാവസ്ഥാ മേഖലകളുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഈ ദൈനിക താപാന്തരം തീരപ്രദേശങ്ങളിൽ കുറവായിരിക്കും. എന്ന് വെച്ചാൽ ആ ടെമ്പറേച്ചർ ഡിഫറൻസ് കുറവായിരിക്കും. ഉൾപ്രദേശങ്ങളിലോട്ട് വരുമ്പോൾ എന്തായിരിക്കും, ഇത് കൂടുതലായിരിക്കും. ദൈനിക താപാന്തരത്തിലെ ഈ വ്യത്യാസം എന്തുകൊണ്ടായിരിക്കും? അത് ഈ കാറ്റുകളുടെ സ്വാധീനം ഉള്ളത് കൊണ്ട് ആയിരിക്കാനാണ് ചാൻസ് കൂടുതൽ. വായിച്ചു നോക്കാം. ഭൂപ്രകൃതി, കാറ്റിൻ്റെ ദിശ, തീരപ്രദേശത്തു നിന്നുള്ള അകലം എന്നീ ഘടകങ്ങൾ അനുസരിച്ച് മൺസൂൺ പ്രദേശത്ത് മഴ ലഭ്യതയിലും ഏറ്റക്കുറച്ചിലുകളുണ്ട്. അതായത് ഒരു കണ്ടന്റ് നമുക്ക് ഈ പറഞ്ഞ കണക്ക് എന്തുകൊണ്ട് ഇത്തരത്തിലൊരു വേരിയേഷൻ തീരപ്രദേശത്തും അതുപോലെ തന്നെ ഉൾപ്രദേശങ്ങളിൽ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരപ്രദേശത്ത് ഈ താപാന്തരം കുറയാൻ കാരണം ഒന്ന് ആ സമുദ്രത്തിൻ്റെ സാമീപ്യമാണ്. ഓക്കെ, സമുദ്ര സാമീപ്യം ഒരു ഘടകമാണ്, ഭൂപ്രകൃതി ഒരു ഘടകമാണ്, അതുപോലെ കാറ്റിൻ്റെ ദിശ ഒരു ഘടകമാണ്, അതുപോലെ അതാണ് ഈ പറഞ്ഞത് തീരപ്രദേശത്തു നിന്നുള്ള അകലം, അതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, സ്വാധീനിക്കുന്നുണ്ട്. അത് കൂടാതെ തന്നെ മഴ ലഭ്യതയെ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, സ്വാധീനിക്കുന്നുണ്ട്. ഭൂപ്രകൃതിയും കാറ്റിൻ്റെ ദിശയും തീരപ്രദേശത്ത് നിന്നുള്ള അകലവും എന്ത് ചെയ്യുന്നുണ്ട്, മൺസൂൺ കാറ്റുകളുടെ അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തെ മഴയുടെ ലഭ്യതയെ എന്ത് ചെയ്യുന്നുണ്ട്, സ്വാധീനിക്കുന്നുണ്ട്. കേവലം 50 സെൻറ്റിമീറ്റർ മാത്രം വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ മുതൽ 1000 സെൻറ്റിമീറ്ററിന് മുകളിൽ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ വരെ ഈ മേഖലയിലുണ്ട്. അപ്പോൾ ഈ പറയുന്ന മൺസൂൺ മേഖല എന്ന് പറയുന്നതിൽ മിനിമം ഒരു 50 സെൻറ്റിമീറ്റർ മഴ ലഭിക്കുന്ന റീജിയൻ തൊട്ട് ഒരു 1000 സെൻറ്റിമീറ്റർ മഴ ലഭിക്കുന്ന, അതായത് ഭയങ്കരമായ മഴ ലഭിക്കുന്ന റീജിയൻസ് വരെ മൺസൂൺ മേഖലയിൽ വരുന്നുണ്ട്. വിവിധതരം മഴകളെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ ചാപ്റ്റർ പഠിച്ചതാണ്. ഓക്കെ, ഇനി ഉയർന്ന താപനിലയും മഴ ലഭ്യതയും മൂലം ഇടതൂർന്ന വളരുന്ന സസ്യജാലങ്ങൾ ഈ മേഖലയിലെ വനങ്ങൾ നിബിഡമാകാൻ സഹായിക്കുന്നു. അതായത് ഈ ഫുൾ ടൈം എന്താണ്, ഉയർന്ന താപനിലയാണ്, മഴയാണ്. ഒരു ചെടിക്ക് വളരാൻ വേണ്ട എന്തെന്നാണ്, വെള്ളവും വേണം, സൂര്യപ്രകാശവും വേണം. അത് നന്നായിട്ട് ലഭിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, ഇടതൂർന്ന് സസ്യജാലങ്ങൾ വളരും. അപ്പോൾ ഇവിടുത്തെ ഈ മേഖലയിലെ വനങ്ങളെല്ലാം എന്തായിരിക്കും, നിബിഡ വനങ്ങളായിരിക്കും. ഈ മേഖലയിൽ പൊതുവെ നിത്യഹരിത വൃക്ഷങ്ങളും ഇലപൊഴിയും വൃക്ഷങ്ങളും കാണപ്പെടുന്നു. അപ്പം ഇവിടെ നിത്യഹരിത വൃക്ഷങ്ങളും ഉണ്ട്, ഇലപൊഴിയും വൃക്ഷങ്ങളും ഉണ്ട്. ഈ നിത്യഹരിത വൃക്ഷങ്ങൾ നമ്മൾ നേരത്തെ എവിടെയും കണ്ടായിരുന്നു, ഭൂമധ്യരേഖ പ്രദേശങ്ങളിലുള്ള അവിടെയും എന്ത് കണ്ടുപിടിച്ചിട്ട് എവിടെ ഉണ്ടായിരുന്നത്, ഈ പറയുന്ന നിത്യഹരിത വനങ്ങൾ. അവിടെ ഉച്ചയ്ക്ക് ശേഷം മഴയായിരിക്കും, സംവഹന മഴയാണ് കൂടുതലുള്ളത്. എവിടെ, ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിൽ. മൺസൂൺ കാലാവസ്ഥാ മേഖലയിൽ മഴ എന്ത് ചെയ്യുന്നു, ആ പ്രദേശത്തിൻ്റെ ഭൂപ്രകൃതിയും കാറ്റിൻ്റെ ദിശയെയും തീരത്തിൽ നിന്നുള്ള ദൂരത്തെയും അനുസരിച്ച് എന്ത് ചെയ്യും, വേരിയേഷൻ വന്നിട്ടുണ്ട്. 50 സെൻറ്റിമീറ്റർ മഴ ലഭിക്കുന്ന സ്ഥലങ്ങൾ തൊട്ട് 1000 സെൻറ്റിമീറ്റർ മഴ ലഭിക്കുന്ന സ്ഥലങ്ങൾ വരെയും അവിടെ ഉണ്ട്. കൂടുതലും അവിടെ ഉള്ളത് നിബിഡ വനങ്ങളായിരിക്കും. നിത്യഹരിത വൃക്ഷങ്ങളും അതുപോലെ ഇലപൊഴിയും വൃക്ഷങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, കാണപ്പെടുന്നുണ്ട്. എന്നിരുന്നാലും കൂടുതൽ വ്യാപകമായി കാണപ്പെടുന്നത് ഇലപൊഴിയും കാടുകളാണ്. അപ്പോൾ ഇലപൊഴിയും കാടുകൾ കൂടുതലുള്ളത് എവിടെയാണ്, മൺസൂൺ കാലാവസ്ഥാ മേഖലയിലാണ്. ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ എന്നറിയപ്പെടുന്ന മൺസൂൺ വനങ്ങളിൽ മഴ ലഭ്യതയ്ക്കനുസരിച്ച് വ്യത്യസ്ത ഇനം വൃക്ഷങ്ങൾ ഇടകലർന്ന് കാണപ്പെടുന്നു. അപ്പോൾ ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളെന്നും അറിയപ്പെടുന്നു ഇത്. ഓക്കെ, അപ്പോൾ മൺസൂൺ വനങ്ങളെന്ന് പറയാറുണ്ട്. ഈ ടൈപ്പ് മീൻസ് ആ ഒരു ഭൂപ്രകൃതിയാണ്. മൺസൂൺ വനങ്ങൾ, ഇലപൊഴിയും കാടുകൾ മൺസൂൺ കാലാവസ്ഥാ മേഖലയിലുള്ളതാണ്. മൺസൂൺ വനങ്ങൾ ഈ പറയുന്ന മൺസൂൺ കാലാവസ്ഥയിലുള്ളതാണ്. അതുപോലെ ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ എന്ന് പറഞ്ഞാലും അത് ഇതിനകത്ത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഇടകലർന്നാണ് കാണപ്പെടുന്നതെന്നാണ് പറയുന്നത്. ലോകത്തിലെ ജനസാന്ദ്രതയേറിയ പ്രദേശങ്ങളിൽ ഒന്ന് മൺസൂൺ മേഖല. അതായത് ജനവാസയോഗ്യമായ പ്രദേശങ്ങളാണ് ഈ പറയുന്നത് എന്തെന്നാണ്, മൺസൂൺ മേഖല എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ പറഞ്ഞ ഭൂമധ്യരേഖ പ്രദേശത്തിലെ ആൾക്കാരെ പറ്റി വല്ലതും പറഞ്ഞായിരുന്നു, അവിടെ ഉള്ളൊരു ഗോത്രമായിട്ടുള്ള പിഗ്മികളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇവിടെ കൂടുതൽ ജനസാന്ദ്രതയേറിയ പ്രദേശങ്ങളും ഈ പറയുന്ന മൺസൂൺ മേഖലയിലാണെന്നാണ് പറഞ്ഞു വരുന്നത്. ഉയർന്ന മഴ ലഭ്യതയും തൊഴിലാളി ലഭ്യതയും മൺസൂൺ കാലാവസ്ഥാ മേഖലയെ ഒരു പ്രധാന കാർഷിക മേഖലയായി നിലനിർത്തുന്നു. ഉഷ്ണമേഖലാ വിളകളായ നെല്ല്, കരിമ്പ്, ചണം, പരുത്തി, തേയില,
കാപ്പി തുടങ്ങിയവ ഈ മേഖലയിൽ കൃഷി ചെയ്യുന്നു. അപ്പം ഉഷ്ണമേഖലാ വിളകളാണ് ഏതൊക്കെ? ഈ പറയുന്ന നെല്ല്, കരിമ്പ്, ചണം, പരുത്തി, തേയില, കാപ്പി. ഇതെല്ലാം നമ്മൾ ഉഷ്ണമേഖല മീൻസ് നമ്മുടെ ഈ പറയുന്ന മൺസൂൺ മേഖല കാലാവസ്ഥാ പ്രദേശങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്? കൃഷി ചെയ്യുന്നത്. ഈ വിളകളെ ഉഷ്ണമേഖലാ വിളകൾ എന്ന് വിളിക്കുന്നതിന് കാരണം എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഉഷ്ണമേഖലാ വിളകൾ, ഉഷ്ണമേഖല ഇലപൊഴിയും കാട്, അതായത് ഈ ഒരു മേഖല ഉഷ്ണമേഖലയല്ലേ, അതായത് 0 ഡിഗ്രിക്കും എന്താണ് 30 ഡിഗ്രിക്കും ഇടയ്ക്ക് 10 ഡിഗ്രിക്ക് ഇടയ്ക്കാണ്. നമ്മൾ എന്തൊരു കാലാവസ്ഥ മേഖലകളെ പറ്റി ആദ്യം കണ്ട പറഞ്ഞായിരുന്നല്ലോ, ഇത് 1ാമത്തെ ചാപ്റ്ററിൽ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു. ഒരു മിനിറ്റ്, ഉത്തരായനരേഖ അതല്ല, അതായത് ഇത് ഉഷ്ണമേഖല ഭൂമധ്യ, ഇത് നമ്മുടെ താപീയ മേഖലകളെന്നും പറഞ്ഞ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഭൂമധ്യരേഖ, അതിൻ്റെ ഒരു 23 ഡിഗ്രി വടക്ക് 23 ഡിഗ്രി തെക്ക് ആ റീജിയനാണ് എന്ത്? ഉഷ്ണമേഖല എന്നറിയപ്പെടുന്നത്. പിന്നെ ഉത്തര മിതോഷ്ണ മേഖല, അപ്പുറത്ത് ഉത്തര ശൈത്യമേഖല, ഇത് ശൈത്യമേഖല മീൻസ് ദക്ഷിണ ശൈത്യമേഖല. അപ്പോൾ ഉഷ്ണമേഖലയുണ്ട്, മിതോഷ്ണ മേഖലയുണ്ട്, പിന്നെ ശൈത്യമേഖലയുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഉഷ്ണമേഖല വിളകളെന്ന് പറയുന്നത് ആ റീജിയനിലുള്ളത് കൊണ്ടായിരിക്കും എന്ത് ചെയ്യുന്നത് ഇവർ അങ്ങനെ പറയാൻ ചാൻസ്. ഓക്കെ, നമുക്കൊന്നുകൂടെ വായിച്ചു നോക്കാം. ഇരുണ്ട നിറത്തിൽ കാണുന്നു. അതായത് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഉഷ്ണമേഖലാ വിളകളായ നെല്ല്, കരിമ്പ്, ചണം, പരുത്തി, തേയില, കാപ്പി തുടങ്ങിയവ ഈ മേഖലയിൽ കൃഷി ചെയ്യുന്നു. ഈ വിളകളെ ഉഷ്ണമേഖലാ വിളകൾ എന്ന് വിളിക്കുന്നതിന് കാരണം എന്ത്? കാര്യം നമ്മൾ പറഞ്ഞു 23.5 ഡിഗ്രി നോർത്തിനും 23.5 ഡിഗ്രി സൗത്തിനും ഇടയ്ക്കുള്ള ആ റീജിയനാണ് ഉഷ്ണമേഖല. ആ പ്രദേശങ്ങളിലാണ് പൊതുവെ ഈ പറഞ്ഞ നമ്മൾ മൺസൂണിൻ്റെ ഒരു കാര്യമൊക്കെ കണ്ടത്. ഓക്കെ, ആ റീജിയനിൽ എന്താണ് അത്, ആ റീജിയനിൽ വളരുന്ന ആ താപീയ മേഖലകളിൽ വളരുന്നത് കൊണ്ടാവാം ചിലപ്പോൾ എന്തെന്ന് വിളിക്കുന്നത് ഉഷ്ണമേഖലാ വിളകളെന്ന് വിളിക്കുന്നത്. ഓക്കെ, തീവ്ര ഉപജീവന കൃഷിയാണ് ഈ പ്രദേശത്ത് നിലനിൽക്കുന്നത്. അപൂർവ പ്രദേശങ്ങളിൽ പ്രാചീന ഉപജീവന കൃഷി രീതിയായ സ്ഥാനമാറ്റ കൃഷിയും നിലവിലുണ്ട്. അപ്പോൾ തീവ്ര ഉപജീവന കൃഷി ആണ് ഈ പ്രദേശത്ത് നിലനിൽക്കുന്നതെന്ന് അവിടെ അവർ യൂസ് ചെയ്യുന്ന കൃഷിരീതിയെ പറ്റിയാണ് പറയുന്നത്. അപൂർവം ചില പ്രദേശങ്ങളിൽ മാത്രം എന്ത് ചെയ്യുന്നു പ്രാചീന ഉപജീവന കൃഷിയായ സ്ഥാനമാറ്റ കൃഷി. സ്ഥാനമാറ്റ കൃഷി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം ഒരു സ്ഥലത്ത് കൃഷി ചെയ്യുന്നു, അത് കഴിഞ്ഞാൽ അതിൻ്റെ വിളവെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ചെയ്യത്തില്ല, പകരം വേറെ എവിടെയെങ്കിലും പോയായിരിക്കും ചെയ്യുന്നത്. സ്ഥലം മാറ്റി മാറ്റി എന്ത് ചെയ്തുകൊണ്ടിരിക്കും, കൃഷി ചെയ്തുകൊണ്ടിരിക്കും. സ്ഥാനമാറ്റ കൃഷിക്ക് മൺസൂൺ മേഖലയിലെ വിവിധ രാജ്യങ്ങളിൽ വ്യത്യസ്ത പേരുകളുണ്ട്. അപ്പോൾ അവ ഏതെല്ലാം എന്ന് അന്വേഷിക്കാൻ. അതായത് ഇനി സ്ഥാനമാറ്റ കൃഷിക്ക് അറിയപ്പെടുന്ന ഡിഫറെൻറ്റ് പേരുകൾ ഓരോ സ്ഥലത്തും ഓരോ പേരിലായിരിക്കുമല്ലോ അറിയപ്പെടുന്നത്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. മഴ ലഭ്യതയിൽ വ്യത്യാസം വരുന്നതനുസരിച്ച് സസ്യജാലങ്ങളുടെ ഇനം, വൈവിധ്യം, ഉയരം എന്നിവയിലെല്ലാം എന്തുകൊണ്ട് വ്യത്യാസം വരുന്നുണ്ട്. ജന്തുജാലങ്ങളിലും വൈവിധ്യം പ്രകടമാണ്. അപ്പോൾ മഴ ലഭ്യത അനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ചെടികളുടെ ഇനം, വൈവിധ്യം, ഉയരം ഇതെല്ലാം മാറും. അത് ചെടികളുടെ കാര്യം മാത്രമല്ല, എന്താണ് ജന്തുജാലങ്ങളുടെ കാര്യത്തിലും എന്ത് ചെയ്യാം, ഈ വ്യത്യാസം നമുക്ക് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. അടുത്ത 3ാമത്തെ മേഖലയാണ് സാവന്ന കാലാവസ്ഥാ മേഖല. എന്താണ്? ഇരു അർദ്ധഗോളങ്ങളിലുമായി 10 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ കാണപ്പെടുന്ന ഉഷ്ണമേഖല പുൽമേടുകളാണ് എന്ത്, സാവന്ന. അപ്പോൾ ഈ കാണപ്പെടുന്ന കംപ്ലീറ്റ് റീജിയൻ അല്ല, എന്താണ് ഉഷ്ണമേഖല പുൽമേടുകൾ. നമ്മളിപ്പം ഭൂമി വരച്ചു കഴിഞ്ഞാൽ ഇത് 0 ഡിഗ്രി, അതിൽ ഒരു 10 ഡിഗ്രിക്കും നമ്മൾ 10 ഡിഗ്രി വരെ എന്താണെന്ന് പറഞ്ഞായിരുന്നു നേരത്തെ. നമ്മുടെ ആദ്യത്തെ ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയാണ് 10 ഡിഗ്രി നോർത്തിനും സൗത്തിനും ഇടയ്ക്കെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ആ 10 ഡിഗ്രി തൊട്ട് 10 ഡിഗ്രി നോർത്തിനും അതുപോലെ തന്നെ 30 ഡിഗ്രി, ഒരു 20 ഡിഗ്രി ടോട്ടൽ 30 ഡിഗ്രി നോർത്തിനും ഇടയ്ക്കുള്ളതും, അതുപോലെ തന്നെ താഴെ ഇവിടെ 10 ഡിഗ്രി സൗത്തിനും അതുപോലെ തന്നെ 30 ഡിഗ്രി. ഞാനത് മനസ്സിലാകാൻ വേണ്ടിയാണ് ഇത്രയും വലുതാക്കി വരയ്ക്കുന്നത്. ഇത്രയും റീജിയനൊന്നും വരത്തില്ല, കുഞ്ഞ് ഏരിയ ആയിരിക്കും. 30 ഡിഗ്രി സൗത്തിനും ഇടയ്ക്ക് വരുന്ന ഈ റീജിയൻസിനാണ് എന്തെന്ന് വിളിക്കുന്നത്, സാവന്ന കാലാവസ്ഥ. ഈ റീജിയൻ കംപ്ലീറ്റ് അല്ല, അവിടെയുള്ള ഉഷ്ണമേഖല പുൽമേടുകളാണ് ഈ പറയുന്ന സാവന്ന എന്നറിയപ്പെടുന്നത്. വിവിധ പ്രദേശങ്ങളിൽ വ്യത്യസ്ത പേരുകളിലാണ് ഈ പുൽമേടുകൾ അറിയപ്പെടുന്നത്. ആഫ്രിക്കയിൽ സാവന്ന എന്നും, തെക്കൻ ബ്രസീലിൽ കാംബോസ് എന്നും, വെനിസ്വേലയിൽ ലാനോസ് എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ബ്രസീലിൽ കാംബോസ്, വെനിസ്വേലയിൽ ലെനോസ്, പിന്നെ വേറെ എവിടെ പറഞ്ഞില്ല, ആഫ്രിക്കയിൽ സാവന്ന. ഓക്കെ, അങ്ങനെ പേര് മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആ റീജിയൻ മാർക്ക് വെച്ചിട്ടുണ്ട്. വീണ്ടും കണ്ടോ, ഇത് 10 ഡിഗ്രി ഈ ഒരു സെക്ഷൻ ആയിരിക്കും. 10 ഡിഗ്രിക്കും
ഇങ്ങോട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അവർ പറഞ്ഞിരിക്കുന്നതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്, അതായത് ആ റീജിയൻ്റെ ഇതുണ്ടോ. അപ്പോൾ അവിടെ ഉള്ള പുൽമേടാണ് ഈ പറയുന്നത് എന്ത് പുൽമേടുകളുടെ അവിടെ ഉള്ള അനുഭവപ്പെടുന്ന കാലാവസ്ഥയാണ് ഈ പറയുന്നത് എന്ത് സാവന്ന കാലാവസ്ഥാ മേഖല എന്ന് പറയുന്നത്. ആഫ്രിക്ക ലാനോസ് എന്ന് പറയുന്നുണ്ട്, കാമ്പോസ് പറയുന്നുണ്ട്, ആഫ്രിക്കയിൽ സാവന്ന പറയുന്നുണ്ട്, ഓസ്ട്രേലിയയിലും ചെറിയ പുൽമേടുകൾ കാണപ്പെടുന്നുണ്ട്. ഇനി ഉഷ്ണമേഖലാ പുൽമേടുകളിൽ ഉഷ്ണവും ആർദ്രവുമായ വേനൽക്കാലവും തണുപ്പ് കുറഞ്ഞ വരണ്ട ശൈത്യകാലവും അനുഭവപ്പെടുന്നു. അപ്പോൾ ഇവിടെ ഉഷ്ണവും ആർദ്രവുമായിട്ടുള്ള വേനൽക്കാലവും അതുപോലെ തന്നെ തണുപ്പും കുറഞ്ഞ വരണ്ട ശൈത്യകാലമായിരിക്കും എന്ത് ചെയ്യുന്നത് അനുഭവപ്പെടുന്നത്. നമ്മുടെ മറ്റേ എന്തുവാണ് മൺസൂൺ കാലാവസ്ഥയെ പറഞ്ഞപ്പോഴേ ഇതെങ്ങനെയാണ് പറഞ്ഞത്, ഒരു ദൈർഘ്യമേറിയ വേനൽക്കാലവും വരണ്ട എന്തുവാണ് ശൈത്യകാലവും അങ്ങനെയല്ലേ പറഞ്ഞത്. ആർദ്രവും ദീർഘവുമായ വേനൽക്കാലവും വരണ്ടതും ഹ്രസ്വവുമായ ശൈത്യകാലവുമാണ് മൺസൂൺ കാലാവസ്ഥയിൽ. അപ്പോൾ ഇവിടെ ഈ സാവന്ന മേഖല ആയപ്പോൾ എന്ത് പറ്റി, അവിടെ പറയുന്നത് എന്താ, ഉഷ്ണവും ആർദ്രവുമായ വേനൽക്കാലവും തണുപ്പ് കുറഞ്ഞ വരണ്ട ശൈത്യകാലവുമാണ് ഇവിടെ ഈ പറയുന്ന ഉഷ്ണമേഖലാ പുൽമേടുകളിൽ അനുഭവപ്പെടുന്നത്. ഇവിടുത്തെ വാർഷിക ശരാശരി താപനില 21 ഡിഗ്രി സെൽഷ്യസ് മുതൽ 32 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. 25 സെൻറ്റിമീറ്റർ മുതൽ 125 സെൻറ്റിമീറ്റർ വരെ എന്തുണ്ട്, മഴയും ഉണ്ട്. അപ്പോൾ 25 സെൻറ്റിമീറ്റർ തൊട്ട് 125 സെൻറ്റിമീറ്റർ വരെ എന്തുണ്ട്, ഇവിടെ മഴയുണ്ട്. മൺസൂൺ മേഖലയിലാണെങ്കിൽ ഒരു 50 സെൻറ്റിമീറ്റർ തൊട്ട് 1000 സെൻറ്റിമീറ്റർ വരെ മഴ ലഭിക്കുന്ന റീജിയൻസ് ഉണ്ട്, പല സെക്ഷനിലായിട്ട് ഉണ്ടെന്ന്. ഇവിടെയാണെങ്കിൽ ഇത് 25 സെൻറ്റിമീറ്റർ ടു 125 സെൻറ്റിമീറ്റർ മഴ ലഭിക്കുന്നു ഒന്നേ പറയുന്നുള്ളൂ. താപനിലയാണെങ്കിൽ 21 ഡിഗ്രി സെൽഷ്യസ് മുതൽ 32 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് എന്ത് ചെയ്യുന്നത് ശരാശരി വാർഷിക താപനില എന്ന് പറയുന്നത്. ഇലപൊഴിയും വൃക്ഷങ്ങളും ഉയരം കൂടിയ പുല്ലുവർഗ്ഗങ്ങളുമാണ് സാവന്ന മേഖലയിലെ പ്രധാന സസ്യങ്ങൾ. ഇവിടെ ഇലപൊഴിയും എന്തുണ്ട്, വൃക്ഷങ്ങളുണ്ട്. ഇലപൊഴിയും വൃക്ഷങ്ങളുടെ കാര്യം നമ്മൾ നേരത്തെ എവിടെ പറഞ്ഞായിരുന്നു. അതേപോലെ ഇവിടെ എന്തുണ്ട്, ഈ പറയുന്ന സാവന്ന മേഖലയിലും ഇലവഴിയും വൃക്ഷങ്ങളുണ്ട്. ഉയരം കൂടിയ പുല്ലുവർഗ്ഗങ്ങളാണ് എന്ത് ചെയ്യുന്നത് കൂടുതൽ, പുൽമേടുകളാണ്. അപ്പോൾ പുല്ലുവർഗ്ഗങ്ങളാണ് കൂടുതലുള്ളത്. പുല്ലുവർഗ്ഗങ്ങളുമാണ് സാവന്ന മേഖലയിലെ പ്രധാന സസ്യങ്ങളെന്ന് പറയുന്നത്. മരുഭൂമിയോടടുക്കുമ്പോൾ ഉയരം കുറഞ്ഞ കുറ്റിച്ചെടികളും മുൾക്കാടുകളും കാണുന്നു. അപ്പോൾ ഇതിൽ തന്നെ മരുഭൂമി ഏരിയകളിലോട്ട് ഉള്ള മീൻസ് മരുഭൂമിയുടെ അടുത്തുള്ള റീജിയൻസ് ആണെങ്കിൽ അവിടെ ഉയരം കുറഞ്ഞ കുറ്റിച്ചെടികളും അതുപോലെ തന്നെ മുൾക്കാടുകളുമാണ് കാണപ്പെടുന്നത്. ഇവിടുത്തെ കാടുകളും പുൽമേടുകളും വന്യമൃഗങ്ങൾക്ക് അനുകൂലമായ ആവാസ കേന്ദ്രം ഒരുക്കുന്നു. അപ്പം കാട്, പുൽമേട് അങ്ങനെയുള്ളൊരു റീജിയനാണ്. ഓക്കെ, ജിറാഫ്, സീബ്ര തുടങ്ങിയ സസ്യഭോജികളായ മൃഗങ്ങൾ പുൽമേടുകളിൽ ധാരാളമുണ്ട്. മാംസഭോജികളായ സിംഹം, കടുവ തുടങ്ങിയ മൃഗങ്ങളും ഇവിടെ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ സസ്യഭോജികളും ഉണ്ട്, മാംസഭോജികളും എന്ത് ചെയ്യുന്നുണ്ട്, ഈ റീജിയനിൽ കാണുന്നുണ്ട്. ഇനി താരതമ്യേന വളക്കൂറുള്ള മണ്ണാണ് ഇവിടെ കാണപ്പെടുന്നതെങ്കിലും മഴ കുറവായതിനാൽ ജലം അധികം ആവശ്യമില്ലാത്ത കൃഷിരീതിയാണ് അവലംബിക്കുന്നത്. അഥവാ ഡ്രൈ ഫാമിംഗ് ആണ് ഇവിടെ അവലംബിക്കുന്നത്. അവർക്ക് ആവശ്യത്തിന് മഴ കുറവാണ്. ആകെ 25 സെൻറ്റിമീറ്റർ ടു 125 സെൻറ്റിമീറ്ററേ മഴയുള്ളൂ. അപ്പോൾ ആ മഴയ്ക്ക് അനുയോജ്യമായിട്ടുള്ള കൃഷിയാണ് എന്ത് ചെയ്യുന്നത് അവർ ചെയ്യുന്നത്. അതിനാൽ ഡ്രൈ ഫാമിംഗ് എന്നാണ് പറയുന്നത്. മൃഗപരിപാലനം, കൃഷി തുടങ്ങിയവയാണ് ഈ പ്രദേശത്തെ ജനങ്ങളുടെ ഉപജീവന മാർഗ്ഗങ്ങൾ. അപ്പോൾ മൃഗപരിപാലനവും കൃഷിയാണ് മെയിൻ. ഓക്കെ, സാവന്ന പ്രദേശത്ത് ജനസാന്ദ്രത പൊതുവേ കുറവാണ്. നമ്മളിപ്പോൾ ഇതുവരെ പഠിച്ച മേഖലകളിൽ ഇപ്പോൾ ജനസാന്ദ്രത കൂടിയത് എവിടെയാണ്, മൺസൂൺ കാലാവസ്ഥാ മേഖല റീജിയനിലാണ് എന്ത് ചെയ്യുന്നത് ജനവാസം കൂടുതൽ അല്ലെങ്കിൽ ജനസാന്ദ്രത കൂടുതൽ. മറ്റേ ഭൂമധ്യരേഖാ പ്രദേശത്തായാലും അതുപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞ സാവന്ന റീജിയനിലായാലും പൊതുവേ എന്താണ് ജനസാന്ദ്രത കുറവാണ്. ആഫ്രിക്കൻ സാവന്നയിലെ തദ്ദേശീയ ഗോത്ര വിഭാഗമായ മസായികൾ ഇടയ ജീവിതം നയിക്കുന്നു. അപ്പം ഇത് ആഫ്രിക്കൻ സാവന്ന റീജിയനിലുള്ള ആൾക്കാരാണ് ഈ പറയുന്ന മസായികൾ എന്ന് പറയുന്നത്. മസായികൾ അവരുടെ ഗോത്ര ഗ്രാമത്തിൻ്റെ പിക്ചറാണ് ഈ കൊടുത്തിരിക്കുന്നത്. അവർ എന്ത് ചെയ്യുന്നു, ഇടയ ജീവിതം, എന്ന് വെച്ചാൽ ഈ ആടുകൾ അതുപോലെ കഴുതകൾ അതുപോലെയുള്ള എന്താണ് ഈ മൃഗപരിപാലനത്തിൽ ഏർപ്പെടുന്നു. അവരാണ് ഈ പറഞ്ഞ ഇടയ ജീവിതം നയിക്കുന്നു എന്ന് പറയുന്നത്. യൂറോപ്യൻ കോളനികളായിരുന്ന ഈ രാജ്യങ്ങളിലെ സാവന്ന പ്രദേശങ്ങളിൽ വിപുലമായ രീതിയിൽ നാണ്യവിളകൾ കൃഷി ചെയ്യുന്നു. അപ്പം യൂറോപ്യൻ കോളനികളായിരുന്ന രാജ്യങ്ങളിലെ സാവന്ന പ്രദേശങ്ങളിലാണെങ്കിൽ എന്ത് ചെയ്യുന്നു, പലതരത്തിലുള്ള നാണ്യങ്ങൾ എന്ത് ചെയ്യുന്നു, നാണ്യവിളകൾ കൃഷി ചെയ്യുന്നുണ്ട്. സുഡാനിലെ പരുത്തി കൃഷി, ബ്രസീലിലെ കാപ്പി കൃഷി എന്നിവ ഉദാഹരണം. അപ്പോൾ സുഡാനിൽ എന്ത് ചെയ്യുന്നുണ്ട്, പരുത്തി കൃഷി ചെയ്യുന്നുണ്ട്. അതുപോലെ ബ്രസീലിൽ കാപ്പി കൃഷി എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ മേഖലകളിൽ ചെയ്യുന്നുണ്ട്. ഉഷ്ണമേഖലാ പുൽമേടുകളുടെ പടിഞ്ഞാറൻ അരികുകളോട് അടുക്കുമ്പോൾ മഴ ക്രമേണ കുറഞ്ഞു വരുന്നതിനാൽ വൃക്ഷങ്ങളുടെ ഉയരം ക്രമേണ കുറഞ്ഞു വരുന്നു. അപ്പോൾ ഈ പറയുന്ന ഉഷ്ണമേഖലാ പുൽമേടുകളുടെ തന്നെ എന്താണ് പടിഞ്ഞാറൻ ഭാഗത്തേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യുന്നു, മഴ വീണ്ടും കുറയുന്നു. മഴ ഓൾറെഡി ഈ ഏരിയയിൽ മഴ കുറവാണ്. അപ്പോൾ ഇവിടെ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ടെന്ന്, മഴ കുറയുന്നുണ്ട്. മഴ കുറയുമ്പോൾ എന്ത് പറ്റും, വൃക്ഷങ്ങളുടെ ഉയരം ക്രമേണ കുറഞ്ഞു വരുന്നു. ഇതിൻ്റെ തുടർച്ചയായി മരുഭൂമി സസ്യജാലങ്ങളാണ് കാണപ്പെടുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതിനെ കഴിഞ്ഞതിന് ശേഷം എന്താണ് വരുന്നത്,
ഈ ഈ റീജിയൻ എൻഡ് ചെയ്യുന്നത് ഈ പറയുന്ന മരുഭൂമി സസ്യജാലങ്ങളുടെ ആ ഒരു സെക്ഷനിലാണ്. അപ്പോൾ അടുത്ത എന്ത് ചെയ്യും, മരുഭൂമി എത്തി. മരുഭൂമികൾ. മരുഭൂമികളെ പറ്റി എന്താണെന്ന് നോക്കാം. ഉഷ്ണമേഖലയിലെ പുൽമേടുകളുടെയും മൺസൂൺ കാലാവസ്ഥാ പ്രദേശങ്ങളുടെയും സവിശേഷതകൾ ചർച്ച ചെയ്തല്ലോ. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. പുൽമേടുകളുടെ കാര്യം പറഞ്ഞു, മൺസൂൺ കാലാവസ്ഥാ പ്രദേശങ്ങളുടെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ പിന്നെ ആരെ കാര്യം പറഞ്ഞു, നമ്മുടെ ഭൂമധ്യരേഖ ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയുടെ കാര്യം നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു. ഇതേ അക്ഷാംശ പ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്നുവെങ്കിലും മഴ തീരെ കുറഞ്ഞ പ്രദേശങ്ങളാണ് എന്ത് പറയുന്നത്, ഈ പറയുന്ന ഉഷ്ണ മരുഭൂമികൾ. നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, മൺസൂൺ കാലാവസ്ഥാ മേഖലയായാലും ഈ പറഞ്ഞ സാവന്ന പുൽമേടുകൾ, ഉഷ്ണമേഖലാ പുൽമേടുകൾ, ആ റീജിയൻ ആയാലും ഈ പറയുന്ന മരുഭൂമി ആയാലും ഇവർ നിൽക്കുന്ന എവിടെയാണ്, നമ്മളിപ്പോൾ 0 ഡിഗ്രി നമ്മുടെ ഇക്വേറ്ററും അതുപോലെ ഇത് 23.5 ഡിഗ്രി നോർത്തും ഇത് 23.5 ഡിഗ്രി സൗത്തുമാണ്. ഈ ഒരു റീജിയനിലാണ് ഈ പറഞ്ഞ 3 കാലാവസ്ഥാ മേഖലയുള്ളത്. ഓക്കെ, പക്ഷേ ഇതെന്തല്ല, ത്രൂ ഔട്ട് ആ മേഖലയിൽ ഒരേ കാലാവസ്ഥ മേഖലയല്ല. ചില ഭാഗങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ കൂടുതലും എന്താണ്, മൺസൂൺ കാലാവസ്ഥാ മേഖലയായിരിക്കും. കുറച്ച് അകത്തോട്ട് കിടക്കുന്ന റീജിയൻസിൽ എന്താണ്, ഈ പറയുന്ന കണക്ക് ഉഷ്ണമേഖല പുൽമേടുകളുടെ റീജിയൻ ആയിരിക്കും. ഇനി ഇതിന് രണ്ടും അല്ലാത്ത കുറേ ഭാഗങ്ങളിൽ എന്താണ്, മരുഭൂമികളാണ്. ഓക്കെ, അപ്പോൾ അതാണ് കൊടുത്തേക്കുന്നുണ്ട്, ഉഷ്ണ മരുഭൂമികളാണ് കൊടുത്തേക്കുന്നത്. അത് എന്താണ്, ഈ പറഞ്ഞ അതേ റീജിയനിലാണ്, 23.5 ഡിഗ്രി വടക്കിനും തെക്കിനും ഇടയ്ക്കുള്ള റീജിയനിൽ, അല്ലെങ്കിൽ അതിന് ആ ഒരു 30 ഡിഗ്രി വരെയൊക്കെ നമ്മൾ എടുത്ത് നോക്കാം. നമുക്ക് അതുവരെ എടുത്ത് നോക്കുന്ന റീജിയനിലാണ് എന്ത് പറയുന്നത്, ഈ പറയുന്ന മരുഭൂമികൾ കിടക്കുന്നത്. വടക്കേ അമേരിക്കയിലുണ്ട്, അതുപോലെ അറ്റക്കാമ എന്ന് പറയുന്ന തെക്കേ അമേരിക്കയിൽ ഒരു മരുഭൂമി കൊടുത്തിട്ടുണ്ട്. നമീബ് ആഫ്രിക്കയാണ്, കലഹാരി ഉണ്ട്, അറേബ്യൻ മരുഭൂമിയുണ്ട്, സഹാറ യൂറോപ്യൻ, ഇത് നമ്മുടെ ആഫ്രിക്കയുടെ പോർഷനാണ് സഹാറ. പിന്നെ ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ ഒരെണ്ണമുണ്ട്, ഥാർ മരുഭൂമി. ഓക്കെ, ഥാർ ഇന്ത്യയുടെ കേസിലുള്ളതാണ്. പിന്നെ ആസ്ട്രേലിയൻ മരുഭൂമി എന്ന് പറഞ്ഞൊരെണ്ണം ഉണ്ട്. അങ്ങനെ നമുക്ക് മരുഭൂമികളൊക്കെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, മീൻസ് മരുഭൂമി പ്രദേശങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, സെയിം ഈ ഒരു സെക്ഷനിൽ വരുന്നുണ്ട്. ഇനി ഭൂമുഖത്തെ ഏറ്റവും ചൂടേറിയ പ്രദേശങ്ങളാണ് എന്ത്, നമ്മുടെ ഉഷ്ണ മരുഭൂമികൾ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ടോട്ടൽ ലോകം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ചൂട് എവിടെ ആയിരിക്കും, ഈ പറയുന്ന ഉഷ്ണ മരുഭൂമികളിലായിരിക്കും. ശരാശരി വാർഷിക താപനില 30 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ഇവിടുത്തെ താപനില 30 ഡിഗ്രി സെൽഷ്യസ് ആണ്. നമ്മുടെ സാവന്ന മേഖലയിലെ ശരാശരി താപനില എത്രയായിരുന്നടെ, ഒരു 20 ഡിഗ്രി ടു 32 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു അല്ലേ. 20 ഡിഗ്രി ടു 21 ഡിഗ്രി സെൽഷ്യസ് തൊട്ട് 32 ഡിഗ്രി സെൽഷ്യസ് വരെയായിരുന്നു വാർഷിക ശരാശരി താപനില. ശരാശരി താപനില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ടോട്ടൽ ആ വർഷം ലഭിച്ച ടോട്ടൽ താപനിലയെ വർഷത്തിൻ്റെ എണ്ണം കൊണ്ടൊക്കെ ഡിവൈഡ് ചെയ്താണ് ശരാശരി താപനില നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ശരാശരി താപനില എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്, 30 ഡിഗ്രി സെൽഷ്യസ്. അത് കുറച്ച് കൂടുതലാണ്. ഓക്കെ, സഹാറ മരുഭൂമിയിലെ അൽ അസീസിയയിൽ സ്ഥലമാണ്, അൽ അസീസിയയിൽ രേഖപ്പെടുത്തിയ ഉയർന്ന താപനില 58 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇവിടെ ഒരു 40 ഡിഗ്രി സെൽഷ്യസ് നമ്മൾ ഉരുവുക, അപ്പോഴാണ് 58 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ അൽ അസീസിയ എന്ന് പറയുന്ന സ്ഥലം എവിടാണ്, സഹാറ മരുഭൂമി. അതെവിടാണ്, അത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലാണ്. ഓക്കെ, അപ്പോൾ അവിടെ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന താപനില എത്രയാണ്, 58 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഉയർന്ന ദൈനിക താപാന്തരം മരുഭൂമിയിലെ കാലാവസ്ഥയെ ഏറെ കഠിനമാക്കുന്നു. ഈ ദൈനിക താപാന്തരം എന്താണെന്ന് നമ്മൾ പറഞ്ഞതാണ്, ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ്. മിനിമം ടെമ്പറേച്ചർ മാക്സിമം ടെമ്പറേച്ചർ തമ്മിലുള്ള വേരിയേഷൻ, ആ ഡിഫറൻസിനെയാണ് ദൈനിക താപാന്തരം എന്ന് വിളിക്കുന്നത്. അപ്പോൾ മരുഭൂമിയിലെ കാലാവസ്ഥയെ കഠിനമാക്കാൻ കാരണമാകുന്ന ഒരു ഘടകമാണ് ഈ പറഞ്ഞ എന്ത്, ഉയർന്ന ദൈനിക താപാന്തരം. മരുഭൂമി പ്രദേശങ്ങളിൽ വാർഷിക മഴ പൊതുവെ 25 സെൻറ്റിമീറ്ററിലും താഴെയാണ്. അപ്പോൾ 25 സെൻറ്റിമീറ്ററിലും താഴെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പ്രദേശത്ത് മഴ ലഭിക്കുന്നത്. നമ്മുടെ സാവന്ന മേഖലയിൽ എത്ര സെൻറ്റിമീറ്റർ വരെ മഴ ഉണ്ടായിരുന്നു, ഒരു 25 സെൻറ്റിമീറ്റർ ടു ഒരു 150-125 സെൻറ്റിമീറ്റർ വരെയൊക്കെ സാവന്ന മേഖല അഥവാ നമ്മുടെ ഉഷ്ണമേഖല പുൽമേടുകളിൽ മഴയുണ്ടായിരുന്നു. നമ്മുടെ മൺസൂൺ മേഖലയിലോട്ട് പോകുകയാണെങ്കിൽ അവിടെ 50 സെൻറ്റിമീറ്റർ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളുണ്ട്. അതുപോലെ തന്നെ 1000 സെൻറ്റിമീറ്റർ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളും ഉണ്ട്. നമ്മളിനി ഭൂമധ്യരേഖ പ്രദേശത്തോട്ട് പോവുകയാണെങ്കിൽ അവിടെ എന്നും ഡെയിലി മഴയാണ്, വർഷം മുഴുവൻ മഴയും അതുപോലെ തന്നെ നല്ല കടുത്ത ചൂടുമുള്ള ഒരു മേഖലയാണ്. അഥവാ സംവഹന വൃഷ്ടിയാണ് അവിടെ നടക്കുന്നത്, അവിടെ നല്ല മഴ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ മഴ എങ്ങനെയാണ്, ഇവിടെ മഴ വളരെ കുറവാണ്, 25 സെൻറ്റിമീറ്ററേക്കാൾ താഴെയാണ് എന്ത് ചെയ്യുന്നത്, വാർഷിക മഴ. പൊതുവെ ഒരു വർഷം അത്രയും സെൻറ്റിമീറ്റർ മഴ ലഭിക്കുന്നില്ല, വളരെ കുറവാണ്. ഓക്കെ, താഴെയാണ് മഴ ലഭിക്കുന്നത്. ചിലയിടങ്ങളിൽ വർഷങ്ങളോളം മഴ ലഭിക്കാറേ ഇല്ല. ചില പ്രദേശങ്ങളിൽ എന്ത് ചെയ്യുന്നില്ല, മഴ ലഭിക്കാറേ ഇല്ല. ഉഷ്ണമേഖലയിലെ വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗങ്ങളിലാണ് ഉഷ്ണമരുഭൂമികൾ പൊതുവെ സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ഉഷ്ണമേഖലയിലെ വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗങ്ങളിലാണ് ഉഷ്ണമരുഭൂമികൾ പൊതുവെ സ്ഥിതി ചെയ്യുന്നത്. അത് ആ പിക്ചർ എടുത്ത് നോക്കാം. ഓക്കെ,
ഇതൊരു ഭൂഖണ്ഡം. ഇതതിൻ്റെ ഏത് ഭാഗമാണ്? ഇതതിൻ്റെ വെസ്റ്റ് ഭാഗമാണ്. ഇതും പടിഞ്ഞാറാണ്. ഇതും ഒരു പടിഞ്ഞാറ് ഭാഗമാണ്. ഇതും പടിഞ്ഞാറാണ്. ഓക്കെ, ഇതിപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ കേസ് എടുത്ത് നോക്കി, ഇതും ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗമാണ്. അതുകൊണ്ട് ഇത് ഇന്ത്യയാണ്. ഓക്കെ, ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗം, അതായത് ഈ പറയുന്ന ഭൂഖണ്ഡങ്ങളുടെ പടിഞ്ഞാറ് ഭാഗത്താണ് ആര് കാണപ്പെടുന്നത്? ഈ പറയുന്ന മരുഭൂമികൾ കാണപ്പെടുന്നത്. നമ്മളിനി പുൽമേലെടുത്ത് നോക്കി നമുക്ക് അങ്ങനെ ഒരു സെക്ഷൻ അല്ലെങ്കിൽ പറയാൻ പറ്റുമോ? വേണമെങ്കിൽ പറയാം, എന്താ കിഴക്ക് ഭാഗത്താണെന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ പക്ഷേ ഇത് കറക്റ്റ് അല്ല. അപ്പോൾ അതങ്ങനെ പറയാൻ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. മൺസൂണിൻ്റെ കാര്യത്തിലാണെങ്കിൽ മൺസൂണിൻ്റെ പിക്ചർ എവിടെ? അതിൽ നമുക്ക് കിഴക്ക് ഭാഗത്താണെന്ന് ഇന്ത്യയുടെ കേസ് ഈ ഒരു സെക്ഷൻ എടുക്കുകയാണെങ്കിൽ തെക്ക് ഭാഗത്തും ഉണ്ട്. തെക്ക് കിഴക്കൻ ഭാഗങ്ങളിൽ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, മൺസൂണിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഇവിടെ ഇവർ എടുത്ത് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തേ ഉള്ളൂ. നമ്മൾ വൻകരകളുടെ ഉഷ്ണ മരുഭൂമികൾ പൊതുവെ എവിടെയാണ്? ഉഷ്ണമേഖലയിലെ വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗത്താണ് ഉഷ്ണമരുഭൂമികൾ പൊതുവെ സ്ഥിതി ചെയ്യുന്നത്. വാണിജ്യവാദങ്ങൾ വൻകരകൾക്ക് കുറുകെ സഞ്ചരിച്ച് പടിഞ്ഞാറ് അരികുകളിലേക്ക് എത്തുന്നതോടെ കാറ്റുകളിലെ ഈർപ്പം നഷ്ടപ്പെട്ട് ഇവ വരണ്ട കാറ്റുകളായി മാറുന്നു. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് അത് പടിഞ്ഞാറ് ഭാഗത്ത് മരുഭൂമി വരാൻ കാരണം എന്നുള്ളതാണ് അടുത്ത പറയുന്നത്. വാണിജ്യവാദങ്ങൾ, പശ്ചിമവാദങ്ങൾ, ധ്രുവീയവാദങ്ങൾ ഇതൊക്കെ എവിടെ പഠിച്ചിട്ടുണ്ട്. ഇത് ഇനി മുമ്പത്തേൽ പറഞ്ഞതാണെന്നാണ് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ വാണിജ്യവാദങ്ങൾ വൻകരകൾക്ക് കുറുകെ സഞ്ചരിച്ച് പടിഞ്ഞാറരികുകളിലേക്ക് എത്തുന്നതോടെ എന്ത് ചെയ്യുന്നു? കാറ്റുകളിലെ ഈർപ്പം നഷ്ടപ്പെട്ട് അവ വരണ്ട കാറ്റുകളാവുന്നു. അപ്പോൾ ഉദാഹരണത്തിനിടെ ഇപ്പോൾ ഇവിടെ ഒരു വൻകര ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് കാറ്റ് ഈ സമുദ്രത്തിൽ കൂടെയാണ് സമുദ്രത്തിൽ നിന്നാണ് കാറ്റ് വരുന്നത്. അപ്പോൾ ഈർപ്പമുള്ള കാറ്റും കൊണ്ടായിരിക്കും ഈർപ്പത്തെ വഹിച്ചുകൊണ്ടായിരിക്കും ഈ കാറ്റ് വരുന്നത്. ഈ കാറ്റ് വന്ന് ഈ വൻകരയിലോട്ട് കയറുകയാണ്. ഓക്കെ, ഈ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് കയറുകയാണെങ്കിൽ ഇതിങ്ങനെ ഈ വൻകരയുടെ ഇപ്പുറത്തെ എൻഡ് എത്തുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ഇതിൻ്റെ ഈർപ്പം മുഴുവൻ നഷ്ടപ്പെടും. ഈ വന്ന വഴിക്ക് എന്ത് ചെയ്യും? കര അതിൻ്റെ ഈർപ്പത്തെ ചൂടായിട്ട് കിടക്കുന്ന കരയാണ്. അപ്പോൾ അത് ആ ഈർപ്പത്തെ എന്ത് ചെയ്യുന്നുണ്ട്? ആഗിരണം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന കാറ്റ് അങ്ങ് എൻഡിലെത്തുമ്പോൾ എന്ത് കാണത്തില്ല? അതിൽ ഈർപ്പമൊന്നും കാണത്തില്ല. അത് വരണ്ട കാറ്റായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ പടിഞ്ഞാറ് എൻഡിലെത്തുന്നത്. അപ്പോൾ വൻകരകൾക്ക് കുറുകെ സഞ്ചരിച്ച് പടിഞ്ഞാറ് അരികുകളിലേക്ക് എത്തുന്നതോടെ കാറ്റുകളുടെ ഈർപ്പം എന്ത് ചെയ്യും? നഷ്ടപ്പെട്ട് ഇവ വരണ്ട കാറ്റുകളായി മാറുന്നു. അതിനാൽ വൻകരകളുടെ പടിഞ്ഞാറൻ അരികുകൾ വർഷം മുഴുവൻ വരണ്ടതായി എന്ത് ചെയ്യുന്നു? കാണപ്പെടുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യത്തില്ല? ഈ പടിഞ്ഞാറ് എൻഡ് മീൻസ് വെസ്റ്റ് എൻഡ് അവിടെ എന്ത് കാണത്തില്ല? അവിടെ ഈ പറഞ്ഞ വരണ്ട കാറ്റ് കാരണം അതെന്തായിട്ട് മാറുന്നു? വരണ്ടതായി കാണപ്പെടുന്നു. അതാണ് മരുഭൂമികൾ രൂപപ്പെടാനുള്ള പ്രധാന കാരണം. അപ്പം എന്തുകൊണ്ട് വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗത്ത് മരുഭൂമി ഉണ്ടായെന്ന് വെച്ചാൽ റീസൺ ഇതാണ്. വൻകരകളുടെ കുറുകെ സഞ്ചരിച്ച് വരുന്ന കാറ്റ് പടിഞ്ഞാറ് ഭാഗത്ത് എത്തുമ്പോഴേക്കും കാറ്റിന് എന്ത് നഷ്ടമാകുന്നു? ഈർപ്പം നഷ്ടമായി അത് വെറും ഒരു വരണ്ട കാറ്റായി മാറുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മേഖല എന്തായിപ്പോകുന്നു? വരണ്ടതായിട്ട് ആ വർഷം മുഴുവൻ കാണപ്പെടുന്നു എന്നാണ് പറഞ്ഞു വരുന്നത്. കള്ളിമുൾച്ചെടികൾ, ചെറുകുറ്റിച്ചെടികൾ, പനകൾ തുടങ്ങിയ മഴ കുറഞ്ഞ കാലാവസ്ഥയ്ക്ക് അനുരൂപമായ സസ്യവർഗ്ഗങ്ങളാണ് ഇവിടെ കൂടുതലായി എന്ത് ചെയ്യുന്നത്? കാണപ്പെടുന്നത്. ജലസ്രോതസ്സുകൾ കാണപ്പെടുന്ന ഇടങ്ങളിൽ മരുപ്പച്ചകളും രൂപപ്പെടാറുണ്ട്. മരുപ്പച്ചകൾ എന്ന് പറയുന്നത് എന്തുവാണെന്ന് ഇങ്ങോട്ട് പറയുന്നുണ്ടെന്ന് തോന്നുന്നു. മരുപ്പച്ചകൾ എന്താ? സഹാറ മരുഭൂമിയിലെ ഒരു മരുപ്പച്ചയാണ് ഒയാസിസ്. മരപ്പച്ചകൾ എന്ത് ചെയ്യാറുണ്ട്? രൂപപ്പെടാറുണ്ടെന്നാണ് പറയുന്നത്. അപ്പം കള്ളിമുൾച്ചെടി, കുറ്റിച്ചെടി, പനകൾ എന്ന് വെച്ചാൽ വെള്ളം കുറച്ച് വേണ്ട സാധനങ്ങളായിരിക്കും എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന മേഖലയിൽ പിടിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ചൂടിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്ന മൃഗങ്ങളായിരിക്കും എന്ത് ചെയ്യുന്നത്? അവിടെ ഉള്ളത്. ഓക്കെ, അപ്പോൾ ചിലയിടങ്ങളിൽ മരുപ്പച്ച കാണപ്പെടാറുണ്ട്. അതെന്താണെന്ന് നോക്കാം. കാലാവസ്ഥയും മറ്റ് ഘടകങ്ങളും അനുകൂലമല്ലാത്തതിനാൽ ഈ പ്രദേശങ്ങളിൽ ജനവാസം കുറവാണ്. അപ്പം ജനങ്ങൾ ഇവിടെ എന്താണ്? ഒരുപാടൊന്നും ഇല്ല, ആളുകൾ കുറവാണ് താമസിക്കുന്നത്. എന്നിരുന്നാലും പ്രതികൂല സാഹചര്യങ്ങളോട് ഇണങ്ങി ജീവിക്കുന്ന തദ്ദേശീയ ഗോത്ര സമൂഹങ്ങൾ മിക്ക മരുഭൂമി പ്രദേശങ്ങളിലും ഉണ്ട്. അപ്പോൾ കുറേ ഗോത്ര സമൂഹങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പ്രദേശങ്ങളിൽ താമസിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. കലഹാരി മരുഭൂമിയിലെ ബുഷ്മൻ ജനവിഭാഗം ഇതിന് ഒരു ഉദാഹരണമാണ്. അപ്പോൾ കലഹാരി മരുഭൂമി എന്ന് പറയുന്ന മരുഭൂമിയിൽ എന്താണ്? ബുഷ്മൻ ജനവിഭാഗം ഇതിനൊരു ഉദാഹരണമാണെന്നാണ് പറയുന്നത്. ഈ പറയുന്ന കാലാവസ്ഥയുമായി യോജിച്ചുകൊണ്ട് മരുഭൂമിയിൽ ജീവിക്കുന്ന ഒരു ഗോത്ര വിഭാഗമാണ് എന്ത്? ഈ പറയുന്ന ബുഷ്മൻ എന്ന് പറയുന്നത്. കലഹാരി മരുഭൂമിയിലാണ്. കലഹാരി എവിടെ ആയിരുന്നേ? കലഹാരി ഇവിടെ കണ്ട പോലെ തോന്നുന്നത്. അതെ, ഇവിടെ ആഫ്രിക്കയിലുള്ളതാണ് കലഹാരി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താ ബാക്കി നോക്കാം. കൃഷിയും മൃഗപരിപാലനവുമാണ് മരുഭൂമികളിലെയും പ്രധാന ഉപജീവന മാർഗം. കൃഷിയും ഉണ്ട്, അതുപോലെ എന്താ മൃഗപരിപാലനവും ഉണ്ട്. നമ്മൾ ആടുജീവിതം സിനിമ കണ്ടതല്ലേ? ആടുകളെ വളർത്തുക, ഒട്ടകങ്ങളെ വളർത്തുക, അങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ്. ഇനി സാമ്പത്തിക മൂല്യമുള്ള ധാതുക്കളുടെ സാന്നിധ്യമാണ് മരുഭൂമികളിൽ ജനജീവിതം പ്രോത്സാഹിപ്പിക്കുന്ന മറ്റൊരു ഘടകം. അതുപോലെ ധാതുക്കളുടെ സാന്നിധ്യം എവിടെയാണ്? കൂടുതലാണ് ഈ പറയുന്ന പ്രദേശങ്ങളിൽ, മരുഭൂമി പ്രദേശങ്ങളിൽ എന്താണ്?
ഈ പറഞ്ഞ ധാതുക്കളുടെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് തന്നെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ജനങ്ങൾ താമസിക്കാൻ പ്രേരിതരാകുന്നു. അഥവാ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന മറ്റൊരു ഘടകമാണെന്ന് ഈ പറയുന്ന ധാതുക്കളുടെ സാന്നിധ്യം. ഇനി ആസ്ട്രേലിയയിലെ സ്വർണ്ണ ഖനനവും അറ്റക്കാമ മരുഭൂമിയിലെ ചെമ്പ് ഖനനവും ഉദാഹരണങ്ങളാണെന്നാണ് പറയുന്നത്. ഓക്കെ, ആസ്ട്രേലിയയിലെ സ്വർണ്ണ ഖനനവും അപ്പോൾ അറ്റക്കാമ മരുഭൂമിയിൽ ചെമ്പിൻ്റെ ഡെപ്പോസിഷൻ ഉണ്ട്. ഓക്കെ, ഖനനവും ഉദാഹരണമാണ്. സഹാറ മരുഭൂമിയിലെയും അറേബ്യൻ മരുഭൂമിയിലെയും പെട്രോളിയം നിക്ഷേപം തിരിച്ചറിയുകയും ഖനനം ആരംഭിക്കുകയും ചെയ്തതോടെ ഈ മേഖലയുടെ മുഖച്ഛായ തന്നെ മാറി. അപ്പോൾ നമ്മൾ പെട്രോളിയം ഡെപ്പോസിഷൻ കൂടുതലുള്ള റീജിയൻസ് ആണ് ഈ പറയുന്നത്. എന്താണ്, സഹാറ മരുഭൂമിയിലും അതുപോലെ തന്നെ അറേബ്യൻ മരുഭൂമിയിലും ഒക്കെ പെട്രോളിയം നിക്ഷേപങ്ങളുണ്ട്. അത് കണ്ടെത്തി അത് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് എടുത്തതോടുകൂടി എന്ത് ചെയ്യുന്നുണ്ട്, ആ മേഖലയുടെ മുഖച്ഛായ തന്നെ മാറി എന്നാണ് പറയുന്നത്. ഉഷ്ണമേഖലയിലെ 3 വ്യത്യസ്ത കാലാവസ്ഥ മേഖലകളെ കുറിച്ചാണല്ലോ നാം ചർച്ച ചെയ്തത്. നമ്മൾ ഉഷ്ണമേഖലയിലുള്ള അതായത് 0 ഡിഗ്രി ടു 30 ഡിഗ്രി വരുന്നതിനാണ് നമ്മൾ ഈ ഉഷ്ണമേഖല, അല്ലെങ്കിൽ 23 ഡിഗ്രി നോർത്തിനും 23 ഡിഗ്രി സൗത്തിനും വരുന്ന ആ റീജിയൻ്റെ ഇടയ്ക്കുള്ള മേഖലയാണ് ഉഷ്ണമേഖല എന്ന് പറയുന്നത്. ആ മേഖലയിൽ അനുഭവപ്പെടുന്ന 3 കാലാവസ്ഥകൾ, ഒന്ന് മൺസൂൺ കാലാവസ്ഥ, ആൻഡ് സാവന്ന കാലാവസ്ഥ, ഇപ്പോൾ മരുഭൂമിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ആ 3 കാലാവസ്ഥയെ പറ്റിയാണ് നമ്മൾ എന്ത് ചെയ്തത്, പഠിച്ചത്. ഇനി നമുക്ക് ഉപോഷ്ണ മേഖലയിലെ ചില കാലാവസ്ഥാ മേഖലകളുടെ സവിശേഷതകൾ പറഞ്ഞു. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് എങ്ങോട്ടാണ് പോകാനുള്ളത്? ഉപോഷ്ണ മേഖല എന്ന് പറയുമ്പോൾ 23 ഡിഗ്രി നോർത്തിനും 66 ഡിഗ്രി നോർത്തിനും ഇടയ്ക്കുള്ളതും അതുപോലെ 23 ഡിഗ്രി സൗത്തിനും 66 ഡിഗ്രി സൗത്തിനും ഇടയ്ക്കുള്ള ആ ഒരു കാലാവസ്ഥാ മേഖലയുടെ കാര്യമാണ് പറയാനുള്ളത്. ഇതിനകത്ത് ഈ സഹാറ മരുപ്പച്ച എന്തുവാണെന്ന് നോക്കിയില്ലല്ലോ അല്ലേ. Oasis is a fertile green spot in a desert sustained by underground water sources. ഓക്കെ, അപ്പോൾ അതൊരു പച്ചപ്പുള്ള ഏരിയയാണ്. ഒയാസിസ് അഥവാ മരുപ്പച്ച എന്ന് പറഞ്ഞാൽ അതൊരു ഫലഭൂഷ്ടിയുള്ള ഒരു പച്ചപ്പുള്ളൊരു റീജിയനാണ്. അതിന് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു വാട്ടർ റിസോഴ്സസ് അതുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇറ്റ് ഈസ് കോമൺലി റെഫേഴ്സ് ടു എ ലിറ്ററൽ വാട്ടർ റിച്ച് ഡെസേർട്ട് സ്പോട്ട്. അതായത് വെള്ളത്തിൻ്റെ സാന്നിധ്യമുള്ള മരുഭൂമിയിലെ പ്രദേശങ്ങളാണ് ഈ പറയുന്ന മരുപ്പച്ചകൾ എന്ന് പറയുന്നത്. ആൻഡ് figuratively a pleasant tranquil place in the midst of the hectic stressful or unpleasant environment. അതായത് വളരെ ബാക്കിയുള്ള സൈഡ് ഫുൾ എന്താണ്, ചൂടും അതുപോലെ തന്നെ നമുക്ക് ഒരു രീതിയിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ടെമ്പറേച്ചർ റീജിയനുള്ള ഒരു പ്രദേശത്തിൽ വളരെ ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് ഈ പറയുന്ന ഒയാസിസ് അഥവാ മരുപ്പച്ച എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഫലഭൂഷ്ടമാണ്. അതുപോലെ അവിടെ എന്തുണ്ട്, വാട്ടറിൻ്റെ ഒരു സോഴ്സ് എന്തായാലും കാണും. ഓക്കെ, അത് ചിലപ്പോൾ എന്തെങ്കിലും ഉറവയോ വെല്ലോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഓക്കെ, മീൻസ് കിണറോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമെന്ന്, കിണറൊന്നും പറയാൻ പറ്റത്തില്ല, അത് എന്തെങ്കിലും ഉറവ കണക്കുള്ള എന്തെങ്കിലും സംഭവമായിരിക്കും. ഓക്കെ, മരുപ്പച്ച ഈ ബുക്കിൻ്റെ ഗൈഡിന് എടുക്കേണ്ടിയിരിക്കുന്നു, എങ്കിലേ അറിയത്തുള്ളത് എവിടെയാണ് എങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് മെഡിറ്ററേനിയൻ കാലാവസ്ഥയാണ്. അതുകൂടെ അടുത്ത സെക്ഷനിൽ പറഞ്ഞാൽ മതി എന്നാണ് തോന്നുന്നത്. കാര്യം അതുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് ഉഷ്ണമേഖലയിലെ 3 കാലാവസ്ഥയും പിന്നെ നമ്മുടെ ഉഷ്ണമേഖലയിലെ കാലാവസ്ഥ എന്ന് പറയുമ്പോൾ ഭൂമധ്യരേഖയുടെ കാലാവസ്ഥ ഇവർ കൂട്ടിയിട്ടില്ലേ എന്തോ എനിക്കറിയാൻ വയ്യ. ഓക്കെ, നമ്മൾ ടോട്ടലി ഇപ്പോൾ 4 പഠിച്ചത്. 4ാമത്തതായിരുന്നു ഈ പറഞ്ഞ നമ്മുടെ ഉഷ്ണമേഖല മരുഭൂമികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി സെക്ഷൻ, അതായത് നമുക്കിനി പഠിക്കാനുള്ളത് എന്തുവാ, ഉപോഷ്ണ മേഖലയിലെ കാലാവസ്ഥാ മേഖലകളുടെ കാര്യമാണ് പഠിക്കാനുള്ളത്. അത് നമുക്ക് അടുത്ത പാർട്ടിൽ എന്ത് ചെയ്യാം, പാർട്ട് 2 പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇതുവരെ എന്താ പഠിച്ചത് അത് നമുക്ക് നോക്കാം. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞിട്ട് വരാം, എന്നിട്ട് വൈൻഡപ്പ് ചെയ്യാം. നമ്മൾ തുടങ്ങിയത് എവിടെ ആയിരുന്നു, കാലാവസ്ഥാ മേഖലകളെ പറ്റി പറയാൻ, അല്ലെങ്കിൽ കാലാവസ്ഥാ മാറ്റത്തെ പറ്റിയാണ് നമ്മുടെ ചാപ്റ്റർ തുടങ്ങുന്നത്. ഒരു നിഖിലിൻ്റെ ഡയറിയിൽ നിന്നാണ് തുടങ്ങിയത്. അപ്പോൾ കാലാവസ്ഥ ടോട്ടലി എല്ലായിടത്തും ഒരുപോലെ അല്ല, പലയിടത്തും പല കണക്കാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഡയറക്റ്റ് കാലാവസ്ഥാ മേഖലകളിലോട്ട് വന്നു. അതിലിപ്പോൾ ആദ്യത്തെ 4 നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഇത് 6 വരെ പോകണമെന്നായിരുന്നു ആഗ്രഹം. ഓക്കെ, 4 വെച്ച് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്യുവാണ്. അപ്പോൾ എന്താ പറയുന്നത്, ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല, മൺസൂൺ കാലാവസ്ഥാ മേഖല, സാവന്ന കാലാവസ്ഥാ മേഖല, ഉഷ്ണ മരുഭൂമികൾ, ഈ 4 റീജിയനാണ് നമ്മൾ പറഞ്ഞത്. ഈ 4 റീജിയന് എവിടെയാണ് വരുന്നത്, അത് നമ്മുടെ ഒരു 23.5 ഡിഗ്രി നോർത്തിനും 23.5 ഡിഗ്രി സൗത്തിനും ഇടയ്ക്കാണ്, അല്ലെങ്കിൽ ഉഷ്ണമേഖലയിലാണ്. ഉഷ്ണമേഖലയിൽ വരുന്ന കാലാവസ്ഥാ റീജിയൻസ് ആണ്, കാലാവസ്ഥാ മേഖലകളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതിലാദ്യം പറഞ്ഞത് എന്താണ്, നമ്മുടെ ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയാണ്. 0 ഡിഗ്രിക്ക് 10 0 ഡിഗ്രി അഥവാ നമ്മുടെ
ഭൂമധ്യരേഖയ്ക്ക് 10 ഡിഗ്രി നോർത്ത് 10 ഡിഗ്രി സൗത്ത് റീജിയനിൽ കാണപ്പെടുന്ന എന്താണ് റീജിയനാണ്. അവിടെ അവിടെ കാണപ്പെടുന്ന ഒരു വസിക്കുന്ന ഒരു ഗോത്ര വിഭാഗത്തിൻ്റെ കാര്യം പറഞ്ഞായിരുന്നത് ഏതാണ്? പിഗ്മികൾ എന്ന് പറയുന്നത്. അവിടെ വർഷം മുഴുവൻ ഉയർന്ന താപനിലയും വളരെ ഉയർന്ന തോതിലുള്ള മഴയുമാണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ അവിടെ സംവഹന വൃഷ്ടിയാണ്. ഓക്കെ, ഫുൾ ടൈം സൂര്യൻ്റെ ചൂട് ലംബമായി പതിക്കുന്നത് കൊണ്ട് തന്നെ ഭയങ്കര ചൂടായിരിക്കും. ചൂട് കൂടിയ വായു ഉയർന്ന് മുകളിലേക്ക് പോകുന്നു, സംവഹനം സംഭവിക്കുന്നു, മേഘങ്ങൾ ഉണ്ടാകുന്നു, മഴ പെയ്യുന്നു. അപ്പോൾ സംവഹന വൃഷ്ടിയെ പറ്റിയൊക്കെ കുറച്ച് മുമ്പത്തെ ചാപ്റ്റർ പഠിച്ചതാണ്. ഓക്കെ, പിന്നെ അവിടെ ഉള്ള വനങ്ങളുടെ കാര്യം പറഞ്ഞു. നിത്യഹരിത വനങ്ങളാണ് കൂടുതലുള്ളത്. പിന്നെ നമ്മൾ മൺസൂൺ കാലാവസ്ഥയിലായിട്ട് വന്നു. നമ്മൾ ഇന്ത്യയിലൊക്കെ മൺസൂൺ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. എന്താണ് മൺസൂൺ കാറ്റുകൾ? കാലികമായി ദിശാവ്യതിയാനം സംഭവിക്കുന്ന കാറ്റുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മൺസൂൺ കാറ്റുകൾ എന്ന് വിളിക്കുന്നത്. ഇത് സ്ഥലം അനുസരിച്ച് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഡിപ്പെൻഡ് ചെയ്ത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഭൂപ്രകൃതി, അതുപോലെ കാറ്റിൻ്റെ ദിശ, അതുപോലെ താപനില, ഇതൊക്കെ അനുസരിച്ച് മൺസൂൺ കാറ്റുകൾ പലയിടത്തും പല ഇതിലായിരിക്കും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വേനൽക്കാലത്ത് കടലിൽ നിന്ന് കരയിലേക്ക്, ശൈത്യകാലത്ത് തിരിച്ച് കരയിൽ നിന്ന് കടലിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കാറ്റിന് ദിശാവ്യതിയാനം സംഭവിക്കാറുണ്ടെന്ന് പറയുന്നുണ്ട്. മൺസൂൺ കാലാവസ്ഥ മേഖലയിലുള്ള റീജിയൻസ് നമ്മൾ മാപ്പിൽ ഐഡൻറ്റിഫൈ ചെയ്തായിരുന്നു. ഏകദേശം എല്ലാം ഈ പറയുന്ന സമുദ്രത്തിൻ്റെ തീരത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്ന റീജിയൻസിലാണ് ഈ പറയുന്ന മൺസൂൺ അനുഭവപ്പെടുന്നത്, അല്ലെങ്കിൽ മൺസൂൺ കാലാവസ്ഥാ മേഖല അനുഭവപ്പെടുന്നത്. ഈ മേഖലയുടെ പ്രത്യേകത എന്തുവാ? ആർദ്രവും ദീർഘവുമായിട്ടുള്ള വേനൽക്കാലങ്ങളും വരണ്ടതും ഹ്രസ്വവുമായിട്ടുള്ള ശൈത്യകാലം. എന്ന് വെച്ചാൽ ശൈത്യകാലത്തിൻ്റെ ദൈർഘ്യം കുറവും വേനൽക്കാലം കൂടുതലുമായിരിക്കും എന്നാണ് പറഞ്ഞു വരുന്നത്. മൺസൂൺ കാലാവസ്ഥയുടെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ തീരപ്രദേശത്തെയും ഉൾപ്രദേശങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ തീരപ്രദേശങ്ങളിൽ താപനില വ്യത്യാസം അഥവാ ദൈനിക താപാന്തരം കുറവും ഉൾപ്രദേശങ്ങളിൽ അത് കൂടുതലുമായിരിക്കും. ഓക്കെ, അതിൻ്റെ റീസൺ നമ്മൾ പറഞ്ഞ ആ ഭൂപ്രകൃതിയും കാറ്റിൻ്റെ ദിശയും അതുപോലെ തീരത്തു നിന്നുള്ള അകലമെല്ലാം ഒരു മാറ്ററാണ്, അതിൻ്റെ ഫാക്ടറാണ്, അതിനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടറാണ്. ഓക്കെ, പിന്നെ മഴയുടെ കാര്യം. ഒരു 50 സെൻറ്റിമീറ്റർ തൊട്ട് 100 സെൻറ്റിമീറ്റർ വരെ എന്ത് ചെയ്യും? നമുക്ക് മഴ ലഭിക്കും. എവിടെ? ഈ പറയുന്ന മൺസൂൺ കാലാവസ്ഥാ മേഖലയിൽ. ഇനി ഉയർന്ന താപനിലയും മഴയുള്ളത് കൊണ്ട് തന്നെ ഇവിടെ നിബിഡ വനങ്ങളായിരിക്കും കൂടുതലുള്ളത്. നിത്യഹരിത വൃക്ഷങ്ങളുണ്ടാവും, ഇലപൊഴിയും വൃക്ഷങ്ങളുണ്ടാവും. ഈ പറയുന്ന വനങ്ങളെ നമുക്ക് ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളെന്ന് വിളിക്കാം, മൺസൂൺ കാടുകളെന്ന് വിളിക്കാം, അങ്ങനെ പേരൊക്കെ ഇട്ട് വിളിച്ചുകൊണ്ടിരിക്കാം. ഓക്കെ, പിന്നെ ഇവിടെ ഈ പറയുന്ന മേഖലയിൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രത ഉള്ള ഒരു റീജിയൻ എന്ന് പറയുന്നത് ഈ പറയുന്ന ഏതാണ്? മൺസൂൺ കാലാവസ്ഥാ മേഖലയിലാണ്. നമ്മൾ ഉപോഷ്ണ വിളകളായിട്ടുള്ള നെല്ല്, കരിമ്പ്, ചണം, പരുത്തി, തേയില, കാപ്പി ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. കൃഷി അവിടുത്തെ തീവ്ര ഉപജീവന കൃഷി, സ്ഥാനമാറ്റ കൃഷിയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഏരിയയിൽ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സസ്യങ്ങളുടെയൊക്കെ കാര്യം പറയുന്നുണ്ട്. പല മഴ ലഭിക്കുന്നതിൻ്റെ ഇതനുസരിച്ച് സസ്യങ്ങളുടെ ഉയരം കൂടുതലും കുറവും ഒക്കെ ആവാം. പിന്നെ അടുത്ത മൂന്നാമത്തെ മേഖലയാണ് സാവന്ന മേഖല. അത് ഈ പറഞ്ഞ 10 ഡിഗ്രി ടു 30 ഡിഗ്രി വരെയുള്ള അക്ഷാംശങ്ങൾക്കിടയിലാണ് കാണപ്പെടുന്നത്. പുൽമേടുകളാണത്. ഉഷ്ണമേഖല പുൽമേടുകളാണ്. അപ്പോൾ പുൽമേടായതുകൊണ്ട് തന്നെ ഓരോ സ്ഥലത്തും എന്തായിരിക്കും? ഓരോ പേരായിരിക്കും. ആഫ്രിക്കയിൽ സാവന്ന, ബ്രസീലിൽ എന്തോ വിളിക്കും? തെക്കൻ ബ്രസീലുകളിൽ കാമ്പോസ് എന്ന് വിളിക്കും. വെനിസ്വലയിൽ ലനോസ് എന്ന് വിളിക്കും. ടാനോസ് ഒന്നും ഇല്ല കേട്ടോ, ലനോസ്. ഓക്കെ, കാമ്പോസ്, ലനോസ്, അതുപോലെ സാവന്ന. ഇത് 3 ആരാണ്? ഉഷ്ണമേഖല പുൽമേടുകളാണ്. സാവന്ന എന്ന് വെച്ചാൽ ആഫ്രിക്കയിൽ, തെക്കൻ ബ്രസീലിൽ കാമ്പോസ്, വെനിസ്വലയിൽ ലനോസ്. ഓക്കെ, അതും എന്തുവാണ്? ആ റീജിയൻസ് നമ്മൾ കണ്ടതാണ് പിക്ചറിൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ എങ്ങനെയാണ്, മഴ എങ്ങനെയാണ്, വെയിൽ എങ്ങനെയാണെന്നുള്ള കാര്യമാണ്. ഉഷ്ണവും ആർദ്രവുമായ വേനൽക്കാലവും തണുപ്പ് കുറഞ്ഞ വരണ്ട കാലവുമാണ്. 21 ഡിഗ്രി സെൽഷ്യസ് ടു ഒരു 32 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ വാർഷിക ശരാശരി താപനിലയുണ്ട്. 25 സെൻറ്റിമീറ്ററിനും 125 സെൻറ്റിമീറ്ററിനും ഇടയ്ക്കുള്ള മഴ ലഭിക്കുന്നുണ്ട്. പുല്ലുവർഗ്ഗങ്ങളാണ് എന്ത് ചെയ്യുന്നത്? ഈ ഏരിയയിൽ കൂടുതൽ. ഇലപൊഴിയും വൃക്ഷങ്ങളുണ്ട്. കുറഞ്ഞ കൊച്ചു ചെടികളും മുൾക്കാടുകളും ഒക്കെ കാണപ്പെടുന്നുണ്ട്. പിന്നെ സസ്യഭോജികളായിട്ടുള്ള മൃഗങ്ങളുണ്ട്, മാംസഭോജികളായിട്ടുള്ള മൃഗങ്ങളുണ്ട്. ഈ റീജിയനിലുള്ള ആൾക്കാരിൽ കൂടുതൽ ആളുകൾ കുറവാണ്. ഗോത്രവർഗ്ഗങ്ങളൊക്കെ ഉണ്ട്. അതിൽ മസായി എന്ന് പറയുന്നൊരു ഗോത്രഗ്രാമത്തെ അല്ലെങ്കിൽ ഗോത്രത്തെ വർഗ്ഗത്തെ പറ്റി പറയുന്നുണ്ട്. മസായികളെന്ന് പറയുന്നത് ഏത് റീജിയനിലായിരുന്നടെ? നമ്മുടെ ആഫ്രിക്കൻ സാവന്ന റീജിയനിലുള്ള ആൾക്കാരാണ് മസായികൾ എന്നറിയപ്പെടുന്നത്. ഇവരുടെ മെയിൻ ഉപജീവന മാർഗ്ഗം മൃഗപരിപാലനവും കൃഷി അങ്ങനെയൊക്കെ ഉള്ളതാണ്. പിന്നെ ചില യൂറോപ്യൻ കോളനികളായിരുന്ന പ്രദേശങ്ങളിലൊക്കെ നാണ്യവിളകളൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. കാപ്പി കൃഷി, പരുത്തി കൃഷിയൊക്കെ ഉണ്ട്. പുൽമേടുകളുടെ പടിഞ്ഞാറൻ അരികിൽ, അതായത് ഈ ഉഷ്ണമേഖല പുൽമേടുകളുടെ പടിഞ്ഞാറൻ സെക്ഷനിലോട്ട് പോകുമ്പോഴത്തേക്ക് അവിടെ എന്തായിരിക്കും? വൃക്ഷങ്ങളുടെ ഹൈറ്റ് കുറഞ്ഞ് അത് മരുഭൂമി റീജിയനായിട്ട് ചേഞ്ച് ആവുമെന്നാണ് പറയുന്നത്. അപ്പോൾ 4ാമത്തെ സെക്ഷനാണ് മരുഭൂമികൾ, ഉഷ്ണ മരുഭൂമികൾ എന്നറിയപ്പെടുന്നത്. ഈ പറഞ്ഞ നമ്മുടെ ഉഷ്ണമേഖലയിൽ വരുന്നതാണ് ഉഷ്ണ മരുഭൂമികൾ എന്ന് പറയുന്നത്. കണ്ടോ,
23.5-ക്കും അല്ലെങ്കിൽ ആ 30 ഡിഗ്രിക്ക് ഇടയ്ക്കാണ് വരുന്നത്. കംപ്ലീറ്റ് അല്ല, കുറച്ച് റീജിയൻ, ഈ പറഞ്ഞ മൺസൂൺ റീജിയൻ ഉണ്ട്, അതുപോലെ തന്നെ സാവന്ന റീജിയൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഈ പറയുന്നത് എന്ത് വരുന്നത്, മരുഭൂമി റീജിയൻ വരുന്നത്. വൻകരയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് പൊതുവെ എന്ത് കാണപ്പെടുന്നത്, ഈ പറയുന്ന മരുഭൂമികൾ കാണപ്പെടുന്നത്. കാര്യം എന്താ, കാറ്റ് വൻകരയിലൂടെ കടന്ന് പടിഞ്ഞാറേക്ക് പോകും തോറും അതിനകത്തുള്ള ഈർപ്പം നഷ്ടമായി വരണ്ട കാറ്റുകളായി മാറുന്നു. അതുകൊണ്ട് ആ മേഖല എന്താവുന്നു, വരണ്ടതായി കാണപ്പെടുന്നു. പിന്നെ ഇവിടെ പറഞ്ഞത് നമ്മൾ താപനില വളരെ വളരെ കൂടുതലാണ്. ഒരു വാർഷിക താപനില എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി സെൽഷ്യസോളം വരും. അതിൽ തന്നെ സഹാറ മരുഭൂമിയിലുള്ള അൽ അസീസിയയിൽ ആണ് ഏറ്റവും ഹയസ്റ്റ് ടെമ്പറേച്ചർ 58 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ ദൈനിക താപാന്തരം എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. അത് ഈ താപനില ഇത്രയും കൂടുതലാവുന്നതിന് കാരണമാണെന്ന് പറയുന്നുണ്ട്. പിന്നെ അവിടുത്തെ എന്തുവാണ്, കള്ളിയമ്പുൽ ചെടികൾ, കുറ്റിച്ചെടികൾ, പനകൾ, അങ്ങനെ ജലത്തിൻ്റെ ആവശ്യം വളരെ കുറവുള്ള, അല്ലെങ്കിൽ ജലം ഒട്ടും ഇല്ലാതെ സർവൈവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സസ്യങ്ങളും ജന്തുക്കളും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത് അവിടെ ഉള്ളത്. പിന്നെ ജലസ്രോതസ്സുകൾ കാണപ്പെടുന്ന ഇടങ്ങളാണ് ഈ പറയുന്ന മരുപ്പച്ചകൾ എന്ന് പറയുന്നത്. മരുപ്പച്ച എന്ന് പറഞ്ഞാൽ അവിടെ ജലസ്രോതസ്, എന്തെങ്കിലും ഒരു ജലസ്രോതസ് കാണും, അതിന് ചുറ്റും എന്തായിരിക്കും, സസ്യങ്ങളും എന്ത് ചെയ്യും, വളർന്ന് നിൽക്കുന്ന ഒരു റീജിയനാണ് ഈ പറയുന്ന മരുപ്പച്ച എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ ഇവിടെ എന്താണ് ഈ പറയുന്നത്, ഭയങ്കര ചൂടായ കാരണം അവിടെ സർവൈവ് ചെയ്യാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് ആളുകൾ കൂടുതലൊന്നും മരുഭൂമി പ്രദേശത്തില്ല. എങ്കിലും ചില ഗോത്രങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു സിറ്റുവേഷനിലും അവർ ജീവിക്കാൻ തയ്യാറായി അവിടെ തന്നെ ഉണ്ട്. അതിന് എക്സാമ്പിളാണ് കലഹാരി മരുഭൂമിയിലെ ബുഷ്മൻ ജനവിഭാഗം. കലഹാരി എന്ന് പറഞ്ഞാൽ ആഫ്രിക്ക ആണല്ലോ അല്ലേ, അതെ, ആഫ്രിക്കയിലുള്ളതാണ് കലഹാരി. അവിടെയുള്ള ബുഷ്മൻ എന്ന് പറയുന്ന ഒരു ജനവിഭാഗം, അവർ ഈ ഒരു കണ്ടീഷൻ, ഇത്രയും ഹെക്റ്റിക് ആയിട്ടുള്ള കണ്ടീഷനിൽ ജീവിക്കുന്ന ഒരു ജനവിഭാഗമാണ്. പിന്നെ കൃഷിയും മൃഗപരിപാലനമാണ് എന്ത് ചെയ്യുന്നത് ഇവരുടെ മെയിൻ ഉപജീവന മാർഗം എന്ന് പറയുന്നത്. പിന്നെ ധാതുക്കളുടെ ഒരു കലവറ കൂടിയാണ് ഈ പറയുന്ന മരുഭൂമികൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് കാരണം ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ താമസിക്കുന്നുണ്ട്. ഓക്കെ. ആസ്ട്രേലിയയിലെ സ്വർണ്ണഖനനം, മറ്റക്കാമ മരുഭൂമിയിലെ ചെമ്പ്, പിന്നെ നമ്മുടെ അറേബ്യൻ മരുഭൂമിയിലും അതുപോലെ തന്നെ സഹാറ മരുഭൂമിയിലുമുള്ള പെട്രോളിയം നിക്ഷേപങ്ങൾ അത് തിരിച്ചറിഞ്ഞ് അത് പുറത്തെടുത്തതോടുകൂടിയാണ് ആ നഗരം അത്രയും ഡെസേർട്ടഡ് ആയിട്ടുള്ള റീജിയൻസൊക്കെ ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, വലിയ വലിയ നഗരങ്ങളായി മാറിയത് എന്ന് പറയുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇതോടുകൂടി നമ്മൾ എന്ത് ചെയ്യുവാണ്, അത് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.